ഹായ് മക്കളെ, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബോർഡ് എക്സാം ബന്ധപ്പെട്ട് കെമിസ്ട്രിയിലുള്ള സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂർ 1.5 to 2 hour ആയിരിക്കും ഈ സെക്ഷൻ ഇവിടെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ ടോപ്പിക്ക് തുടങ്ങാം. സൊല്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എടാ, സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ? വാട്ട് ഈസ് സൊല്യൂഷൻ? സൊല്യൂഷൻ ഈസ് എ ഹോമോജിനസ് മിക്സർ. ആ ഡെഫിനിഷൻ മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം. സൊല്യൂഷൻ എന്താണ്? ഹോമോജിനസ് മിക്സറാണ്. എന്താ മക്കളെ ഹോമോജിനസ് എന്ന് വെച്ചാൽ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഷുഗർ സൊല്യൂഷൻ ആലോചിക്കുക. ആ ഷുഗർ സൊല്യൂഷനിൽ നിങ്ങൾക്ക് ഷുഗറിനെയും വാട്ടറിനെയും വേർതിരിച്ച് കാണാൻ പറ്റുമോ? പറ്റൂലല്ലോ. നമ്മൾ കണ്ണുകൊണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് രണ്ടാളെ ചെയ്യാൻ പറ്റൂല, കാണാൻ പറ്റില്ല. അവർ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഷുഗർ സൊല്യൂഷനിൽ ഷുഗറും വാട്ടറും യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് വേർതിരിച്ച് ചെയ്യാൻ പറ്റൂല, കാണാൻ പറ്റില്ല. അങ്ങനത്തെ മിക്സേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹോമോജിനസ് മിക്സേഴ്സ് എന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഒരു സൊല്യൂഷൻ നമ്മൾ പറയുന്ന സമയത്ത് അവിടെ ഒരു സൊല്യൂട്ടും ഉണ്ടാകും, സോൾവെൻറ്റും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഷുഗർ സൊല്യൂഷൻ ആണെങ്കിൽ വാട്ടറാണ് അവിടുത്തെ സോൾവെൻറ്റ്, ഷുഗറാണ് അവിടുത്തെ സൊല്യൂട്ട്. ഇപ്പോൾ പൊതുവെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്, ഷുഗർ കുറച്ചും വാട്ടർ കൂടുതലല്ല ഉണ്ടാവുക. അതുകൊണ്ട് കൂടുതലുള്ള ആൾ പൊതുവേ സോൾവെൻ്റ് എന്നും കുറവുള്ള ആൾ പൊതുവേ സൊല്യൂട്ട് എന്നും പറയാറുണ്ട്. പക്ഷെ അതിനേക്കാളും നല്ല ഡെഫിനിഷൻ ആക്ച്വലി, എടാ ഷുഗർ സൊല്യൂഷൻ്റെ ഫേസ് എന്താ? നിങ്ങൾ ഷുഗർ സൊല്യൂഷൻ കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ സ്റ്റേറ്റ് എന്താ? ലിക്വിഡ് അല്ലേ? ആ ഷുഗർ സൊല്യൂഷനിൽ ഷുഗറാണോ ലിക്വിഡ്? അല്ല, ഷുഗർ സോളിഡാണ്. പക്ഷെ അതിലുള്ള വാട്ടറാണ് ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പോൾ സൊല്യൂഷൻ്റെ ഫേസ് ആർക്കാണോ ഉള്ളത് അവരെ നമുക്ക് എന്തായിട്ട് പറയാം? സോൾവെൻ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഷുഗർ സൊല്യൂഷൻ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റ് ആയ വാട്ടറാണ് അവിടുത്തെ സോൾവെൻറ്റ്. ഷുഗർ അവിടുത്തെ എന്തായിട്ട് വരും? നമ്മൾ സൊല്യൂട്ടായിട്ട് പറയും. അതാണ് കുറച്ചും കൂടി നല്ലൊരു ഡെഫിനേഷൻ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മക്കൾ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾസ്. അതായത് ഗ്യാഷ്യസ് സൊല്യൂഷൻ്റെ എക്സാമ്പിൾ, ലിക്വിഡ് സൊല്യൂഷൻ്റെ എക്സാമ്പിൾ, സോളിഡ് സൊല്യൂഷൻസിൻ്റെ എക്സാമ്പിൾ പഠിക്കണം. എടാ, ഗ്യാഷ്യസ് സൊല്യൂഷൻ ആവണമെന്നുണ്ടെങ്കിൽ സോൾവെൻ്റ് എല്ലാം ഗ്യാസ് ആയിരിക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞു, സോൾവെൻറ്റിൻ്റെ ഫേസ് ആയിരിക്കും ആർക്കുണ്ടാകുക? സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ സോൾവെൻ്റ് ആരാണോ അയാളുടെ പേരിലാണ് സൊല്യൂഷൻ്റെ അറിയപ്പെടുക. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാം സോൾവെൻ്റ് ആണ്. എല്ലാ സോൾവെൻറ്റും ഗ്യാസ് ആണെങ്കിൽ ഗ്യാഷ്യസ് സൊല്യൂഷൻ, സോൾവെൻറ്റ് ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് സൊല്യൂഷൻ, സോൾവെൻറ്റ് സോളിഡ് ആണെങ്കിൽ സോളിഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിൾ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? അതായത് ഫോർ എക്സാമ്പിൾ ഇത് തരും, ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ് തരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അവിടെ നൈട്രജൻ ആണ് അവിടുത്തെ സോൾവെൻറ്റ്, ക്യാംഫർ ആണ് അവിടുത്തെ സൊല്യൂട്ട് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അത് അവർ തന്നിട്ടുണ്ട്. പിന്നെ അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? ഗ്യാഷ്യസ് സൊല്യൂഷൻസിൻ്റെ എക്സാമ്പിളാണ്. ഇനി അവർ ചോദിക്കും എന്തിൻ്റെ എക്സാമ്പിൾ ചോദിക്കും? സൊല്യൂട്ട് ഗ്യാസും സോൾവെൻറ്റ് ലിക്വിഡിൻ്റെ എക്സാമ്പിൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും വെച്ചാൽ മതി, ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അവിടെ വാട്ടർ ലിക്വിഡാണ്, ഓക്സിജൻ എന്താ? ഗ്യാസാണ്. അതുകൊണ്ട് ലിക്വിഡിൽ ഗ്യാസ് എന്തായി? ഡിസോൾവ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ട് ഈ ടേബിളൊക്കെ മക്കൾ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ എങ്ങോട്ടാണ് മെയിനായിട്ട് പോകണ്ടേ? കോൺസെൻട്രേഷൻ ടേംസിലോട്ടാണ് പോകണ്ടേ. കോൺസെൻട്രേഷൻ ടേംസ്, അതായത് മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മൊളാലിറ്റി, പാർട്സ് പെർ മില്യൺ, അതൊക്കെ നമ്മൾ പഠിക്കണം. നോർമാലിറ്റി ശരിക്കും ബോർഡ് എക്സാമിന് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതുകൊണ്ട് അത് നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് അധികം ഡീറ്റെയിൽ ആയിട്ട് നോർമാലിറ്റി പഠിക്കണം എന്നില്ല കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർസെൻറ്റേജ് മാസ്, അല്ലെങ്കിൽ മാസ് പെർസെൻറ്റേജാണ്. മാസ് പെർസെൻറ്റേജ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം മക്കളെ? ഇത്രയേ ഉള്ളൂ. 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട്? അതാണ് സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ്. ഇനി സോൾവെൻറ്റിൻ്റെ ചോദിക്കുകയാണെങ്കിൽ 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര ഗ്രാം സോൾവെൻ്റ് ഉണ്ട്? അതാണ് സോൾവെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ്. അപ്പോൾ എൻ്റെ ഒരു ബീക്കറിൽ 2 ആളുണ്ടെന്ന് വിചാരിച്ചോ. എയും ഉണ്ട്, അതേപോലെ ബി ഉണ്ട് നിങ്ങൾ വിചാരിച്ചോ. അപ്പോൾ എയുടെ മാസ് പെർസെൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? എയുടെ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ എ ഉണ്ടാകും, ഇവിടെ ബി ഉണ്ടാകും. എത്രയും 100 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻറ്റു എന്ത് ചെയ്യണം? 100. പെർസെൻറ്റേജ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ സിമ്പിളാണ്. ഏതൊരാളുടെ മാസ് പെർസെൻറ്റേജ് ആണോ മക്കൾക്ക് കണ്ടുപിടിക്കേണ്ടത്, അയാളുടെ മാസ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. എളുപ്പമാണല്ലോ. ഇനി നിങ്ങൾക്ക് ബീൻ്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലോ, ബീൻ്റെ മാസ് പെർസെൻറ്റേജ് മക്കൾക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബിയുടെ മാസ് ബൈ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ എയും ഉണ്ട് അവിടെ, പിന്നെ ആരും ഉണ്ട് അവിടെ? ബി ഉണ്ട്. ഇൻറ്റു എന്ത് ചെയ്യുക? 100 ചെയ്താൽ എന്ത് കിട്ടി? ആൻസർ കിട്ടി. അപ്പോൾ ക്വസ്റ്റ്യനിൽ 2 ആളുടെ മാസ് തരും, എന്നിട്ട് ഒരാളുടെ മാസ് പെർസെൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ ആരെ മാസ് പെർസെൻറ്റേജ് ആണോ ചോദിച്ചിട്ടുള്ളത് അയാളുടെ മാസ് ബൈ ടോട്ടൽ മാസ്
ഇൻറ്റു എന്ത് ചെയ്താൽ മതി 100 ചെയ്താൽ എന്ത് കിട്ടി? ആൻസർ കിട്ടി. എടാ ഈ മാസ് പെർസെൻറ്റേജ് പഠിച്ച ഒരാൾക്ക് വോളിയം പെർസെൻറ്റേജ് പഠിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതേപോലെ മാസ് പെർസെൻറ്റേജിൻ്റെ ഡെഫിനിഷൻ പറ. 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട്, അതാണ് സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ്. ഇനി സൊല്യൂട്ടിൻ്റെ വോളിയം പെർസെൻറ്റേജ് ചോദിക്കുകയാണെങ്കിലോ 100 ഗ്രാം സൊല്യൂഷന് പകരം 100 ml, വോളിയത്തിൻ്റെ കണക്കല്ലേ, അപ്പം 100 ml സൊല്യൂഷനിൽ എത്ര ml സൊല്യൂട്ട് ഉണ്ട്, അതിന് പറയുന്ന പേരാ സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ്. 100 ml സൊല്യൂഷനിൽ എത്ര ml സോൾവെൻ്റ് ഉണ്ട്, അതാണ് സോൾവെൻറ്റിൻ്റെ വോളിയം പെർസെൻറ്റേജ്. അപ്പോൾ വോളിയം പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇതേപോലെ ഒരു മാറ്റമില്ല. ഇപ്പോൾ എൻ്റെ ബീക്കറിൽ 2 ആൾക്കാരുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. 2 ആളുടെ വോളിയം തന്നിട്ടുണ്ടെങ്കിൽ വോളിയം പെർസെൻറ്റേജ് ഓഫ് എ ചോദിക്കുകയാണെങ്കിൽ എന്ത് എളുപ്പമാണ്, അയാളുടെ വോളിയം ബൈ ടോട്ടൽ വോളിയം. ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ എയും ഉണ്ട് ബിയും ഉണ്ട്, ഇൻറ്റു എന്ത് ചെയ്താൽ മതി 100 ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. ഇനി ബിയുടെ ചോദിക്കുകയാണെങ്കിലോ ബിയുടെ വോളിയം ബൈ ടോട്ടൽ വോളിയം. ടോട്ടൽ വോളിയം ഇൻറ്റു എന്ത് ചെയ്താൽ മതി മക്കളെ 100 ചെയ്താൽ മതി. ആൻസർ കിട്ടി. വളരെ സിമ്പിളാണ്. അപ്പോൾ ഒന്ന് അറിയുകയാണെങ്കിൽ മറ്റൊന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് വെക്കാൻ പറ്റും. അടുത്തത് എന്താ, മാസ് ബൈ വോളിയം പെർസെൻറ്റേജാണ്. ഇതുവരെ മാസ് ബൈ മാസ, പിന്നെ വോളിയം ബൈ വോളിയ, ഇത് മാസ് ബൈ വോളിയ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ, ഒന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പറയാം? 100 ml സൊല്യൂഷനിൽ, താഴെ വോളിയല്ലേ, അതുകൊണ്ട് 100 ml സൊല്യൂഷനിൽ എത്ര ml ഉണ്ട് എന്നല്ല, എത്ര ഗ്രാം ഉണ്ടെന്ന, മാസ് ബൈ വോളിയല്ലടാ. അപ്പം 100 ml സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ അതാണ് സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. അടുത്തത് 100 ml സൊല്യൂഷനിൽ എത്ര ഗ്രാം സോൾവെൻ്റ് ഉണ്ട്, അതാണെന്ത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റ്. ഓക്കെ, അപ്പോൾ ആരുതാണ് കണ്ടുപിടിക്കേണ്ടത്, അയാളുടെ വെയിറ്റ് ബൈ ടോട്ടൽ വോളിയം ഓഫ് എന്ത് ചെയ്യുക, സൊല്യൂഷൻ ഇൻറ്റു എന്ത് ചെയ്താൽ മതി 100 ചെയ്താൽ മതി. എളുപ്പമാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പേഴ്സൻറ്റേജ് കഴിഞ്ഞു. ഇനി പാർട്സ് പെർ മില്യണാണ്. എടാ മക്കൾ, നമ്മൾ ഇതുവരെ പേഴ്സൻറ്റിലാണ് 100ൽ എത്ര ഉണ്ടെന്നാണ്, പക്ഷേ ഇപ്പോൾ പേഴ്സൻറ്റേജ് മാറ്റി എന്താക്കി മില്യണിൽ എത്ര ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒക്കെ ഇൻറ്റു 100ന് പകരം ഇൻറ്റു 10⁶ കൊടുക്കുക. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ഇക്വേഷനിലും ഇൻറ്റു 100 അല്ലേ ചെയ്തേ, ആ ഇൻറ്റു 100ന് പകരം എന്ത് ചെയ്താൽ മതി, അത് 100ൽ എത്ര ഉണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് ഇൻറ്റു 100 ചെയ്യുക. പാർട്സ് പെർ മില്യൺ എന്ന് വെച്ചാൽ 100ൽ എത്ര ഉണ്ട് എന്നല്ല, ഒരു മില്യണിൽ എത്ര ഉണ്ട് എന്നാണ്. അതായത് ഒരു മില്യൺ മീൻസ് 10⁶ എത്ര ഉണ്ട് എന്നാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത ഇൻറ്റു 100ന് പകരം ഇൻറ്റു 1 മില്യൺ എഴുതി വെച്ചാൽ മതി, ഇൻറ്റു 10⁶ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാസിൻ്റെ ടേമിൽ പാർട്സ് പെർ മില്യൺ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ മാസ് ബൈ ടോട്ടൽ മാസ്, ടോട്ടൽ മാസ് ഇൻറ്റു 10⁻²ന് പകരം 10⁶ കൊടുക്കുക, വേറെ ഒരു പണിയുമില്ല. ഇനി വോളിയത്തിൻ്റെ ടേമിൽ പാർട്സ് പെർ മില്യൺ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ വോളിയം ബൈ ടോട്ടൽ വോളിയം, ടോട്ടൽ വോളിയം ഇൻറ്റു 10⁻²ന് പകരം 10⁶ കൊടുക്കുക. ഇനി മാസ് ബൈ വോളിയത്തിൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഏതൊരാളുടെ മാസാണോ ബൈ ടോട്ടൽ വോളിയം, ടോട്ടൽ വോളിയം ഇൻറ്റു 10⁻²ന് പകരം 10⁶ കൊടുത്താൽ മതി. ഇനി പാർട്സ് പെർ ബില്യൺ ആണെങ്കിലോ, പെർസെൻറ്റേജ് ആണെങ്കിൽ ഇൻറ്റു 100, മില്യണിലാണെങ്കിൽ ഇൻറ്റു 10⁶, ബില്യണിലാണെങ്കിലോ ദെൻ സെയിം ഇക്വേഷൻ ഇൻറ്റു 10⁻² എന്ത് കൊടുത്താൽ മതി, ഇവിടെ 9 കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെൻട്രേഷൻ ടേമാണ് എന്ത്, മോൾ ഫ്രാക്ഷൻ. എടാ മക്കളെ, നിങ്ങളുടെ മാർക്കിൻ്റെ ഫ്രാക്ഷൻ നിങ്ങൾ എങ്ങനെയാണ് പറയുക, ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ മാർക്കിൻ്റെ ഫ്രാക്ഷൻ, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100 അല്ലേ. അതേപോലെ മോളിൻ്റെ ഫ്രാക്ഷൻ എങ്ങനെയാണ് പറയുക, ആരെ മോൾ ഫ്രാക്ഷനാണോ കണ്ടുപിടിക്കേണ്ടത് അയാളുടെ മോൾ ബൈ ടോട്ടൽ മോൾ ഇൻ, അത്ര മതി, അയാളുടെ മോൾ ബൈ ടോട്ടൽ മോൾ. ഫോർ എക്സാമ്പിൾ എൻ്റെ ബീക്കറിൽ എയും ഉണ്ട് ബിയും ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം മോൾ ഫ്രാക്ഷൻ ഓഫ് എ ചോദിക്കുക. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി, മോൾ ഓഫ് എ ബൈ ടോട്ടൽ മോൾ. ടോട്ടൽ മോൾ എന്താ, NA + NB. കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് മോൾ ഓഫ് എ അറിയില്ല എന്ന് വിചാരിക്കുക. ഒരാളുടെ മോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ക്വസ്റ്റ്യൻ ചിലപ്പോൾ അയാളുടെ ഗിവൺ മാസ് തന്നിട്ടുണ്ടാവും, അയാളുടെ മോൾ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഗിവൺ മാസ് തന്നാൽ എങ്ങനെയാണ് മോൾ കണ്ടുപിടിക്കുക, അയാളുടെ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കിട്ടി, ഡിവൈഡഡ് ബൈ വീണ്ടും നമ്പർ ഓഫ് മോൾസ് ഓഫ് എ അല്ലേ വേണ്ടേ, അപ്പോൾ WA/MA. ഗിവൺ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എങ്ങനെ കണ്ടുപിടിക്കുക, ഗിവൺ മാസ് ഓഫ് ബി ബൈ മോളിക്കുലാർ മാസ് ഓഫ് ബി. ചെയ്താൽ എന്ത് കിട്ടി, ആൻസർ കിട്ടി. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിലോ ബിയുടെ മോൾ ബൈ ടോട്ടൽ മോൾ ആരാ, സൊല്യൂഷനിൽ എ ഉണ്ട് ബി ഉണ്ട്, അപ്പോൾ ടോട്ടൽ മോൾ ആരാ, NA + NB. ഇനി NB എങ്ങനെ കണ്ടുപിടിക്കുക, ചിലപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി തരൂല, ബിയുടെ ഗിവൺ മാസ് തരും. അപ്പോൾ എങ്ങനെ മോൾ കണ്ടുപിടിക്കുക, ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. NA എന്താ,
ഗിവൺ മാസ് ബൈ അയാളുടെ മോളിക്കുലാർ മാസ്. എൻ ബി എന്താ? ബിയുടെ ഗിവൺ മാസ് ബൈ അയാളുടെ മോളിക്കുലർ മാസ് എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. എളുപ്പമാണല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇല്ല മക്കളെ. ഇനി മോൾ ഫ്രാക്ഷൻ്റെ റേഷ്യോ. ഇവിടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എയുടെ മോൾ ഫ്രാക്ഷൻ എന്താ? എൻ എ ബൈ എൻ എ പ്ലസ് എൻ ബി ആ. ബിയുടെ മോൾ ഫ്രാക്ഷൻ എന്താ? എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി ആ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ചോദിക്കുമ്പോൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക അല്ലേ? ഇത് രണ്ടും ഡിവൈഡ് എന്താ കിട്ടുക? എൻ എ പ്ലസ് എൻ ബി എന്ത് ചെയ്തു? കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എൻ എ ബൈ എൻ ബി കിട്ടും. എന്ത് കിട്ടും? എൻ എ ബൈ എൻ ബി കിട്ടും. അപ്പോൾ മോൾ ഫ്രാക്ഷൻ്റെ റേഷ്യോയും മോളിൻ്റെ റേഷ്യോയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ പോയിന്റ് മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി മക്കളെ, എൻ്റെ ബീക്കറിൽ രണ്ടാളേ ഉള്ളൂ. രണ്ടാളുടെയും കൂടി മോൾ ഫ്രാക്ഷൻ കൂട്ടി എന്തായേ കിട്ടുള്ളൂ? 1 കിട്ടുള്ളൂ. എൻ്റെ ബീക്കറിൽ 3 ആളുണ്ടെങ്കിൽ 3 ആളുടെയും കൂടി മോൾ ഫ്രാക്ഷൻ കൂട്ടിയാൽ എന്തേ കിട്ടുള്ളൂ? 1 കിട്ടുള്ളൂ. അതായത് ഒരു സൊല്യൂഷനിലുള്ള ടോട്ടൽ മോൾ ഫ്രാക്ഷൻ കൂട്ടി ഞങ്ങൾക്ക് എന്താ കിട്ടുക? 1 കിട്ടുക. അത് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. കൈ എ പ്ലസ് കൈ ബി, രണ്ടാളാണെങ്കിൽ ഈക്വൽ ടു 1, 3 ആളാണെങ്കിൽ എത്ര ആളും ആയിക്കോട്ടെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പം മോൾ ഫ്രാക്ഷൻ ഓഫ് എ ക്വസ്റ്റ്യനിൽ തന്നു 0.2 എന്ന് വിചാരിച്ചു. എന്നിട്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കൂട്ടിയാൽ 1 അല്ലേ കിട്ടണ്ടേ? മോൾ ഫ്രാക്ഷൻ ഓഫ് എ 0.2 ആണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ത് വരും? 1 - 0.2 വരും. അപ്പോൾ എന്ത് കിട്ടും? 0.8 കിട്ടും. അതൊക്കെ മക്കൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എടാ എൻ്റെ ബീക്കറിൽ രണ്ടാളുടെ നമ്പർ ഓഫ് മോളും സെയിമാ. രണ്ടാളുടെ നമ്പർ ഓഫ് മോളും എന്താ? സെയിമാന്ന് വിചാരിച്ചോ. എൻ്റെ അടുത്ത് ഇവിടെ എയും ഉണ്ട് ബിയും ഉണ്ട്. എയുടെ നമ്പർ ഓഫ് മോളും ബിയുടെ നമ്പർ ഓഫ് മോളും സെയിമാന്ന് വിചാരിച്ചോ. അതായത് എയുടെ നമ്പർ ഓഫ് മോൾ എക്സ്, അപ്പോൾ ബിയുടെ നമ്പർ ഓഫ് മോളും എന്താ? എക്സാ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്താ മക്കളെ? എയുടെ നമ്പർ ഓഫ് മോൾ എക്സ് അല്ലേ? ടോട്ടൽ മോൾ എന്താ? എയും ഉണ്ട് ബിയും ഉണ്ട്. രണ്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ, രണ്ടിൻ്റെ മോൾ സെയിം അല്ലേ? അതുകൊണ്ട് എക്സ് ബൈ എന്ത് കിട്ടും? 2x കിട്ടും. എക്സും കട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 1/2 കിട്ടി. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്തായിരിക്കും? 1 - 1/2 എന്താ? 1/2 തന്നെ കിട്ടി. അപ്പോൾ രണ്ടാളുണ്ട്, രണ്ടാളുടെ നമ്പർ ഓഫ് മോളും സെയിം ആണെങ്കിൽ അതിൽ ഓരോരുത്തരുടെ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും? 1/2 ആയിരിക്കും. ഇനി 3 ആളുണ്ടെങ്കിലോ? 3 ആളുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യുക? എക്സ് ബൈ എക്സ് പ്ലസ് എക്സ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ബൈ 3x കിട്ടും. എക്സും കട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? 1/3 കിട്ടും. 3 ആളുണ്ട്, 3 ആളുടെ നമ്പർ ഓഫ് മോളും സെയിം ആണെങ്കിൽ അതിൽ ഒരാളുടെ മോൾ ഫ്രാക്ഷൻ 1/3 ആയിരിക്കും. 10 ആളുണ്ടെങ്കിലോ? 10 ആൾ നമ്പർ ഓഫ് മോൾ സെയിം ആണെങ്കിലോ അതിന് മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും? 1/10 ആയിരിക്കും. ആ പോയിന്റ് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു കഴിഞ്ഞു. അടുത്തതാണ് മക്കളെ എന്ത്? മൊളാരിറ്റി. ഇമ്പോർട്ടൻ്റ് ആട്ടോ. മൊളാരിറ്റി മക്കൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കണം. എന്താ മക്കളെ മൊളാരിറ്റി? വളരെ സിമ്പിളായിട്ട് പറഞ്ഞേ, 1 ലിറ്റർ സൊല്യൂഷനിൽ എത്ര മോൾ ഉണ്ട്? അതാണ് മൊളാരിറ്റി. അത്രയേ ഉള്ളൂ. 1 ലിറ്റർ സൊല്യൂഷനിൽ എത്ര മോൾ ഉണ്ട്? അതാണ് മൊളാരിറ്റി. 5 മോളാർ മീൻസ് 1 ലിറ്ററിൽ 5 മോൾ ഉണ്ട് എന്നാ. 10 മോളാർ മീൻസ് 1 ലിറ്ററിൽ 10 മോൾ ഉണ്ട് എന്നാ. അതാണ് മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ. ഓക്കെ, ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. അത് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ മൊളാരിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി തരാം. വളരെ എളുപ്പമാണ്. നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. എടാ 10 മോൾ 2 ലിറ്ററിലുണ്ട്. മൊളാരിറ്റി എന്താ? 2 ലിറ്ററിലുള്ള നമ്പർ ഓഫ് മോൾ അല്ല മൊളാരിറ്റി, 1 ലിറ്ററിലാണ്. അപ്പോൾ 2 ലിറ്ററിൽ 10 മോളാണെങ്കിൽ 1 ലിറ്ററിൽ എത്ര ആയിരിക്കും ഉണ്ടാവുക? 5 അല്ലേ? ആ 5 നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? 10/2 ചെയ്തപ്പോഴല്ലേ? ഈ 10 എന്താ? ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള മോളാ. ഈ 2 എന്താ? വോളിയാ. അപ്പോൾ മൊളാരിറ്റിക്ക് നല്ലൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കിക്കൂടെ? പറഞ്ഞേ, മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ ബൈ വോളിയം. ഇതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷൻ. അപ്പോൾ വോളിയം ഓഫ് സൊല്യൂഷൻ എന്തിലാ? ലിറ്ററിലാണ്. അതുകൊണ്ട് ഇത് ലിറ്ററിൽ തന്നെ ആയിരിക്കണം കേട്ടോ. ഇനി അഥവാ മില്ലി ലിറ്ററിലാണെന്ന് വിചാരിച്ചോ. എടാ ചിലപ്പം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വോളിയം മില്ലി ലിറ്ററിലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? മില്ലി ലിറ്ററിനെ എങ്ങോട്ട് മാറ്റണം മക്കളെ? ലിറ്ററിലോട്ട് മാറ്റണം. ഒരു മില്ലി ലിറ്ററിനെ എങ്ങനെയാണ് ലിറ്ററിലോട്ട് മാറ്റുക? മില്ലി ലിറ്ററിനെ ലിറ്ററിലോട്ട് മാറ്റാൻ എന്താ ചെയ്യണ്ടേ? ബൈ 1000 ചെയ്യണ്ടേ? ബൈ 1000. അപ്പോൾ മാത്സ് അറിയുന്നതും പറയും, ഇവിടുത്തെ N/V/1000 ചെയ്താൽ അത് ഇൻറ്റു 1000 ആയി മാറുന്നൊക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞേ? നമ്പർ ഓഫ് മോൾ ഇൻറ്റു 1000 ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ml. ml ആണെങ്കിൽ ഇൻറ്റു 1000 വേണം, ലിറ്ററിലാണെങ്കിൽ അവിടെ എന്തും വേണ്ട. ഓക്കെ, അത് മക്കൾ പഠിച്ചു വെക്കുക. ഇനി നോക്കാം നമുക്ക്. എടാ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ, കോൺസെൻട്രേഷൻ നമ്മൾ പൊതുവേ പറയുക സൊല്യൂട്ടിൻ്റെ വെച്ചിട്ടാണ് പറയാം. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷനാണ്. ഓക്കെ, അവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക?
നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? അയാളുടെ ഗിവൺ മാസ് ബൈ അയാളുടെ മോളിക്കുലർ മാസ് അല്ലേ. അപ്പം ഞാൻ സൊല്യൂട്ടിന് എപ്പോഴും 2 ആയിട്ട് പറയും, സോൾവെൻറ്റിന് എപ്പോഴും 1 ആയിട്ടും പറയും കേട്ടോ. അത് മക്കൾ പഠിക്കണേ. അപ്പോൾ സൊല്യൂട്ടിൻ്റെ ഗിവൺ മാസ് W2 ഡിവൈഡ് ബൈ സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് M2 ആയിട്ട് പറയും. ക്യാപിറ്റൽ ലെറ്റർ വെറും M ആണെങ്കിൽ മൊളാരിറ്റിയാണ്. എമ്മിൻ്റെ താഴെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അത് മോളിക്കുലർ മാസാണ്. എമ്മിൻ്റെ താഴെ M1 ആണെങ്കിൽ മോളിക്കുലർ മാസ് ഓഫ് സോൾവെൻറ്റ്, M2 ആണെങ്കിൽ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ ഇക്വേഷൻ എന്താ? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. അതുകൊണ്ട് എന്നിന് പകരം ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ എഴുതി വെച്ചു. ഓക്കെ അല്ലേ? ഇനി താഴെ ഇവിടെ എന്തുണ്ട്? വോളിയം ഓഫ് സൊല്യൂഷൻ ഉണ്ട്. ലിറ്ററിലാണെങ്കിൽ ഇത്ര മതി. മില്ലി ലിറ്ററിലാണെങ്കിൽ ഇവിടെ എന്ത് വേണം? ഇൻറ്റു 1000 വേണം. ഇതാണ് മൊളാരിറ്റിയുടെ എല്ലാ ഇക്വേഷൻസും. അപ്പം നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുക? ഇത് പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റണം, ഇതിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റണം, ഇതിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എത്തിക്കാൻ പറ്റണം. ഡയറക്റ്റ് നമ്പർ ഓഫ് മോളും വോളിയം തരികയാണെങ്കിൽ ഈ ഇക്വേഷൻ മതി. പക്ഷേ നമ്പർ ഓഫ് മോൾ ചിലപ്പോൾ തരാറില്ല. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ടും മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് എഴുതാൻ പറ്റണം. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ക്വസ്റ്റിൽ തരും, അയാളുടെ വോളിയം ഓഫ് സൊല്യൂഷനും തരും. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മൊളാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചെയ്യാം. ബോർഡ് എക്സാമിന് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാം. ബോർഡ് എക്സാമിന് എന്താ ചോദിക്കുക എന്നറിയാം. അവർ പറയും എന്ത്? എൻ്റെ കയ്യിൽ 5 ഗ്രാം NaOH ഉണ്ടെന്ന് പറയും. 5 ഗ്രാം NaOH ഇൻ എന്തിൽ? 100 ml സൊല്യൂഷൻ എന്നൊക്കെ പറയും. ഇൻ 100 ml സൊല്യൂഷൻ അവർ ക്വസ്റ്റ്യനിൽ പറയും. അത് അവരെന്ത് ചോദിക്കും? മൊളാരിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കും. മക്കളെ, മൊളാരിറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ. മൊളാരിറ്റി ഈക്വൽ ടു എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. മില്ലി ലിറ്ററിലാണെങ്കിൽ എന്ത് വേണം? ഇൻറ്റു 1000 വേണം. നമ്പർ ഓഫ് മോൾ തന്നിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലേ. പിന്നെ താഴെ ആരുണ്ട്? വോളിയം ഉണ്ട്. മുകളിൽ എന്തുണ്ട്? ഇൻറ്റു 1000 ഉണ്ട്. എടാ, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ആരാ? ഇവിടെ 5 ഗ്രാം NaOH ഇൻ 100 ml സൊല്യൂഷൻ അല്ലേ. അതുകൊണ്ട് സൊല്യൂട്ട് ആരാ അവിടെ? 5 ഗ്രാം NaOH. അതുകൊണ്ട് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് എന്താ? 5. M2 എന്താ? സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസാ. എടാ, NaOHൻ്റെ മോളിക്കുലർ മാസ് എത്ര? സോഡിയം 23, ഓക്സിജൻ 16, ഹൈഡ്രജൻ 1, എല്ലാം കൂടി ആഡ് ചെയ്ത് എന്താ കിട്ടുക? 40 കിട്ടുക. അപ്പോൾ 5/40. വോളിയം ഓഫ് സൊല്യൂഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ എത്ര? 100 ml. ml ആയതുകൊണ്ടാണ് ഇക്വേഷന് മുകളിൽ എന്ത് വന്നിട്ടുള്ളത്? 1000 വന്നിട്ടുള്ളത്. ഇത് മക്കൾ ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടി? ആൻസർ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഡൈല്യൂഷൻ ലോ. എന്നാൽ നമുക്ക് ഡൈല്യൂഷൻ ലോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു തരാൻ പറ്റും. വാട്ട് ഈസ് ഡൈല്യൂഷൻ ലോ? അതായത് എൻ്റെ അടുത്തൊരു ബീക്കറുണ്ട്. ആ ബീക്കറിലെ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾ N1 ആണെന്ന് വിചാരിച്ചു. ഡൈല്യൂഷൻ മീൻസ് എന്താ? സൊല്യൂട്ടിന് ആഡ് ചെയ്യുന്ന പ്രോസസ്സ് അല്ല ഡൈല്യൂഷൻ, സോൾവെൻറ്റിന് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ച്വലി എന്ത്? ഡൈല്യൂഷൻ. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് കുറേ വാട്ടർ ഒഴിച്ചു, കുറേ സോൾവെൻറ്റിന് ആഡ് ചെയ്തു. അല്ല, സോൾവെൻറ്റ് എത്ര ആഡ് ചെയ്താലും സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾ മാറുമോ? നിങ്ങൾ സോൾവെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ സൊല്യൂട്ട് മാറുക? സൊല്യൂട്ട് മാറില്ല. സൊല്യൂട്ട് ആദ്യം ഇത്രയാണുള്ളത്, ഇപ്പോൾ അത്ര തന്നെ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഡൈല്യൂഷന് ശേഷം ഞാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് N2 ആയിട്ട് എടുത്തു. നിങ്ങൾക്ക് അറിയാം എന്ത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബിഫോർ ഡൈല്യൂഷനും ആഫ്റ്റർ ഡൈല്യൂഷനും എന്താ? സെയിമാ. അതായത് നമുക്ക് എന്ത് ചെയ്ത് വെക്കാൻ പറ്റും? N1 ഈക്വൽ ടു N2 എന്ന് എഴുതാൻ പറ്റും. ഇത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബിഫോർ ഡൈല്യൂഷനാണ്, ഇത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആഫ്റ്റർ ഡൈല്യൂഷനാണ്. രണ്ടും എന്താ മക്കളെ? സെയിമാ. കാര്യങ്ങൾ ഡൈല്യൂഷൻ മീൻസ് സോൾവെൻറ്റിന് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. സോൾവെൻറ്റിന് ആഡ് ചെയ്യുന്ന പ്രോസസ്സിൽ സൊല്യൂട്ടിൽ എന്ത് ചെയ്യൂല? കൂടൂല, കുറയൂല, കൂടൂല. ഓക്കെ, അപ്പോൾ അത് പഠിക്കാം. ഇനി നമുക്കറിയാം മൊളാരിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? മൊളാരിറ്റി എന്താ? തൊട്ടുമുമ്പ് പറഞ്ഞല്ലോ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ ഇക്വേഷൻ എന്താ? മൊളാരിറ്റി ഇൻറ്റു വോളിയം അല്ലേ. അപ്പോൾ N1 എനിക്ക് എന്ത് കൊടുക്കാം? M1V1 എന്ന് കൊടുക്കാം. N2 എന്ത് കൊടുക്കാം? M2V2 എന്ന് കൊടുക്കാം. ഈ ഇക്വേഷൻ മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം. എങ്ങനെ ക്വസ്റ്റ്യൻ വരികയെന്നറിയാം? ഇനീഷ്യൽ ഈ ബീക്കറിലുള്ള ആളുടെ മൊളാരിറ്റി തരും, അയാളുടെ വോളിയം തരും. ഡൈല്യൂട്ട് ചെയ്തു, എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്തപ്പോൾ ഇയാളുടെ വോളിയം കൂടി ഉണ്ടാകുമല്ലോ, ആ വോളിയം എത്രയെന്ന് അവർ ക്വസ്റ്റ്യനിൽ തരും. എന്നിട്ട് ഫൈനൽ മൊളാരിറ്റി ചോദിക്കും. M1 V1 തരും, എന്നിട്ട് ഫൈനൽ വോളിയം തരും, എന്നിട്ട് ഫൈനൽ മൊളാരിറ്റി ചോദിക്കും. അല്ലെങ്കിൽ ഇത് രണ്ടും തരും, ഇത് തരും, എന്നിട്ട് M1 ചോദിക്കും. ഇതിൽ ഏതെങ്കിലും 3 തന്നിട്ട് തരാത്തത് എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ആൻസർ ആയിട്ട് പറയാൻ പറയും. അതുകൊണ്ട് ഈ ഇക്വേഷൻ മക്കൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത മിക്സിങ്. മിക്സിങ് മീൻസ് എന്താ? എൻ്റെ അടുത്ത് 2 ബീക്കർ ഉണ്ട്. ഈ ബീക്കറിലെ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾ N1 ആണ്, ഈ ബീക്കറിലെ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾ N2. രണ്ടാളും കൂടി ഞാൻ മറ്റൊരു ബീക്കറിലോട്ട് ഒരുമിച്ചാണ്ട് ഒഴിക്കുമ്പോൾ ഈ ബീക്കറിലുള്ള സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾ N3 ആണ്. ആ N3 എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാം? N1 + N2 ആയിരിക്കുമല്ലോ, ഉറപ്പല്ലേ?
ഇവിടെ N1 ഉണ്ട്, ഇവിടെ N2 ഉണ്ട്. ഇവിടെ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾ N1 ആണ്, ഇവിടുത്തെ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾ N2 ആണ്. രണ്ടിനും കൂടി പിടിച്ചിട്ട് ഞാൻ പുതിയൊരു ബീക്കറിലോട്ട് ആഡ് ചെയ്യുമ്പം ആ പുതിയ ബീക്കറിൽ എത്ര സൊല്യൂട്ട് ഉണ്ടാവും മക്കളെ? N1 + N2 ഉണ്ടാവും അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താം? N1 + N2 ആണ് നമുക്ക് എന്തായിട്ട് എഴുതാം? N3 ആയിട്ട് എഴുതാം. N1ൻ്റെ ഇക്വേഷൻ എന്താ? M1V1 പ്ലസ് N2ൻ്റെ ഇക്വേഷൻ എന്താ? M2V2 ഈക്വൽ ടു N3ൻ്റെ ഇക്വേഷൻ എന്താ? M3V3. അപ്പോൾ മിക്സിംഗ് ഒക്കെ ആണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക കേട്ടോ. ഇയാൾ ഇനി ഈ ബീക്കറിൻ്റെ മൊളാരിറ്റിയും വോളിയം തരും, ഈ ബീക്കറിൻ്റെ മൊളാരിറ്റിയും വോളിയം തരും, എന്നിട്ട് ഈ ബീക്കറിലുള്ള അയാളുടെ മൊളാരിറ്റി ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇയാളുടെ V1 ആ, ഇയാളുടെ V2 ആ, ക്വസ്റ്റ്യൻ തരും. എടാ രണ്ടാളും കൂടി മിക്സ് ചെയ്യല്ലേ, രണ്ടാളും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇത് V1 ഇത് V2 ആണെങ്കിൽ ഇയാളുടെ വോളിയം നമുക്ക് എന്തായിട്ട് എടുക്കാം? V1 + V2 ആയിട്ട് എടുത്തൂടെ? ഇയാളുടെ വോളിയം 20, ഇയാളുടെ വോളിയം 30. അപ്പോൾ ഇയാളുടെ വോളിയം നമുക്ക് തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ 20യും ഈ 30യും ആഡ് ചെയ്തിട്ട് ഇവിടെ എന്ത് കിട്ടും? 50 കിട്ടും. ആ 50 നമുക്ക് വോളിയമായിട്ട് എടുക്കാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈനൽ വോളിയം ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരൂല, ഫൈനൽ വോളിയം തരേണ്ട ആവശ്യമില്ല. V1 ഉം V2 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ വോളിയം കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? M3 കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഫൈനൽ വോളിയം തരും. ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഫൈനൽ വോളിയം ആണ് നിങ്ങൾ V3 ആയിട്ട് എടുക്കേണ്ടത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഫൈനൽ വോളിയം തരൂല, V1 ഉം V2 തരും. അപ്പോൾ V1 ഉം V2 ആഡ് ചെയ്താൽ V3 കിട്ടുമെന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി വെക്കുക. ഓക്കെ അല്ലേ? മൊളാരിറ്റി കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് പോകണ്ടേ മക്കളെ? മൊളാലിറ്റിയിലോട്ട് പോകണം. വാട്ട് ഈസ് മൊളാലിറ്റി? മൊളാരിറ്റി എന്താ? ഒരു ലിറ്റർ സൊല്യൂഷനിൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട് എന്നല്ലേ. മൊളാലിറ്റി എന്താണെന്ന് അറിയോ? ഒരു ലിറ്റർ സൊല്യൂഷൻ അല്ല, 1 കിലോഗ്രാം സൊല്യൂഷൻ അല്ല, 1 കിലോഗ്രാം സോൾവെൻറ്റിലാണ്. ഇതൊരു ലിറ്റർ മൊളാരിറ്റി ഒരു ലിറ്റർ സൊല്യൂഷനിൽ എത്ര മോൾ ഉണ്ട് എന്നാണെങ്കിൽ മൊളാലിറ്റി 1 കിലോഗ്രാം സോൾവെൻറ്റിൽ, സൊല്യൂഷൻ അല്ല, 1 കിലോഗ്രാം സോൾവെൻറ്റിൽ എത്ര മോൾ ഉണ്ട്, അതാണ് മൊളാലിറ്റി. ഓക്കെ അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം സോൾവെൻറ്റ്. അതാണ് മൊളാലിറ്റിയുടെ ഡെഫിനിഷൻ. അത് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. അത് നോക്കിക്കേടാ. ഇത് 10. അപ്പോൾ 5 മോളാൽ മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? 1 കിലോഗ്രാം സോൾവെൻറ്റിൽ 5 മോൾ സൊല്യൂട്ട് ഉണ്ടെന്നാ. 10 മോളാൽ മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? 1 കിലോഗ്രാം സോൾവെൻറ്റിൽ 10 മോൾ സൊല്യൂട്ട് ഉണ്ടെന്നാ. അപ്പോൾ നോക്കിക്കേടാ, 10 മോൾ ഇൻ 2 കിലോഗ്രാം സോൾവെൻറ്റാണ്. അപ്പം മൊളാലിറ്റി എന്താ? 2 കിലോഗ്രാം സോൾവെൻറ്റിലുള്ള നമ്പർ ഓഫ് മോൾ അല്ല മൊളാലിറ്റി. 1 കിലോഗ്രാമിൽ എത്ര ഉണ്ടെന്നാണ് കണ്ടുപിടിക്കണ്ടേ. 2 കിലോഗ്രാമിൽ 10 ആണെങ്കിൽ 1 കിലോഗ്രാമിൽ എത്ര? 5 അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കിട്ടിയ? സ്മാൾ ലെറ്റർ M ആയിട്ടാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ മൊളാലിറ്റി എന്താ? 2 കിലോഗ്രാമിൽ 10 ആണെങ്കിൽ 1 കിലോഗ്രാമിൽ എത്രയാടാ? 10/2 അല്ലേ. ഈ 10 എന്താ? നമ്പർ ഓഫ് മോൾ അല്ലേ. 10 നമ്പർ ഓഫ് മോൾ അല്ലേ. അപ്പോൾ മൊളാലിറ്റിക്ക് നല്ലൊരു ഇക്വേഷൻ പറഞ്ഞേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ ആ 2 എന്താ? മാസ് ഓഫ് സോൾവെൻറ്റിൻ 2 കിലോഗ്രാം. മാസ് ഓഫ് സോൾവെൻറ്റിൻ കിലോഗ്രാം അല്ലേ. മാസ് ഓഫ് സോൾവെൻറ്റിന് പറയുന്ന പേര് W1 ആട്ടോ. ഇൻ കിലോഗ്രാം, ഇൻ കിലോഗ്രാം. പക്ഷേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്തിനാ തരിക എന്നറിയോ? ഗ്രാമിലാണ് തരിക. ഗ്രാമിന് എങ്ങനെയാണ് കിലോഗ്രാമിലോട്ട് മാറ്റുക? ഗ്രാം തന്നാൽ എങ്ങനെ കിലോഗ്രാമിലോട്ട് മാറ്റുക? ബൈ 1000 ചെയ്യണം. മാത്സ് അറിയുന്നവൻ പറയും ഇത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? N × 1000 ബൈ ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരൂല, പക്ഷേ സൊല്യൂട്ടിൻ്റെ ഗിവൺ മാസ് തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾ കിട്ടും. ബാക്കി ഇക്വേഷനിൽ പോലെ തന്നെ ഇത് W1 മുകളിൽ എന്ത് വേണം? ഗ്രാമിൽ. നിങ്ങളുടെ സോൾവെൻറ്റിൻ്റെ മാസ് ഗ്രാമിലാണെങ്കിൽ × 1000 വേണം, ഗ്രാമിലല്ലെങ്കിൽ കിലോഗ്രാമിലാണെങ്കിൽ × 1000 വേണ്ട. അപ്പോൾ ഇതാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തൊക്കെ തരും എന്നറിയോ? സൊല്യൂട്ടിൻ്റെ ഗിവൺ മാസ് തരും, എത്ര സോൾവെൻറ്റിലാണ് ഡിസോൾവ് ചെയ്തതെന്ന് തരും, മൊളാലിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ സൊല്യൂട്ട് ആരാണോ, സൊല്യൂട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ് ഒക്കെ ആണെങ്കിൽ അയാളുടെ മോളിക്കുലർ മാസ് നമുക്ക് അറിയാം 180. അപ്പോൾ 180 ഇവിടെ എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ ചിലപ്പം ക്വസ്റ്റ്യൻ എന്ത് തരാറുണ്ട്? മോളിക്കുലർ മാസ് തരാറുണ്ട്. ചിലതിൻ്റെ മോളിക്കുലർ മാസം എന്ത് ചെയ്യൂല, NaOH തരേണ്ട ആവശ്യമില്ല. NaOHൻ്റെ മോളിക്കുലർ മാസ് നമുക്ക് അറിയാം 40 ആണ്. അത് മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, മൊളാലിറ്റിയിൽ പഠിക്കാനുള്ളത്. മക്കൾ ഇത്രയും കാര്യങ്ങളാണ് കോൺസെൻട്രേഷൻ ടേംസ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി നമ്മൾ പോകുന്നത് സോലുബിലിറ്റിയിലോട്ടാണ്. എങ്ങോട്ടാണ് പോകുന്നത്? സോലുബിലിറ്റി. എന്താ മക്കളെ സോലുബിലിറ്റി മീൻസ്? ആദ്യം നമുക്ക് സോലുബിലിറ്റിയെ കുറിച്ച് പഠിക്കാം. വാട്ട് ഈസ് സോലുബിലിറ്റി എന്ന് പറയുമോ? എന്താ സോലുബിലിറ്റി എന്ന് വെച്ചാൽ? ഒന്ന് പറഞ്ഞ മക്കളെ, വാട്ട് ഈസ് സോലുബിലിറ്റി? സോലുബിലിറ്റി എന്ന് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എൻ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ
എത്ര സൊല്യൂട്ടിനെ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റും? അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സോലുബിലിറ്റി എന്നുള്ളത്. അത് നിങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ ആ ഡെഫിനിഷൻ മക്കൾ ആദ്യം എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. നമുക്കിവിടെ പഠിക്കാനുള്ളത് ലിക്വിഡ് സൊല്യൂഷനെ കുറിച്ചാണ്. അതായത് സോൾവെൻ്റ് മൊത്തം ലിക്വിഡാണ്. അപ്പോൾ ലിക്വിഡിൽ ഗ്യാസ് വരാം, ലിക്വിഡിൽ സോളിഡ് വരാം, ലിക്വിഡിൽ ലിക്വിഡും വരാം. ഓക്കെ, നമുക്കിവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് സോളിഡ് ഇൻ ലിക്വിഡാണ്. അല്ല പഠിക്കുന്നത് സോളിഡ് ഇൻ ലിക്വിഡ്. ലിക്വിഡ് സോൾവെൻറ്റിൽ ഫോർ എക്സാമ്പിൾ ഷുഗർ സൊല്യൂഷൻ, വാട്ടറാണ് അവിടെ സോൾവെൻറ്റ്, അത് ലിക്വിഡാണ്. അങ്ങോട്ട് ഞാൻ ഷുഗറിനെ ആഡ് ചെയ്യും. ഷുഗർ എന്താ? സോളിഡാണ്. അപ്പോൾ സോളിഡ് ഇൻ ലിക്വിഡിനെ കുറിച്ചാണ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. അവിടെ പഠിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഡിസോൾവ് ലൈക്ക്. അതായത് നമ്മൾ NaCl ഉണ്ടല്ലോ, ഉപ്പുണ്ടല്ലോ, അവർ പൊതുവെ പോളാറാണ്. വാട്ടറും എന്താ? പോളാറാണ്. അപ്പോൾ പോളാറായിട്ടുള്ള NaCl പോളാറായിട്ടുള്ള സോൾവെൻ്റ് ആയിട്ടുള്ള വാട്ടറിൽ ഡിസോൾവ് ആവും. ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ ആന്ത്രസീൻ, നാഫ്തലിൻ എന്നുള്ള കോമ്പൗണ്ട് ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. ആ ഓർഗാനിക് കോമ്പൗണ്ട് വാട്ടറിൽ എന്താവും? ഇനോർഗാനിക് ആയിട്ടുള്ള വാട്ടറിൽ എന്താവില്ല? സോലുബിൾ ആവില്ല. അയാൾ ഓർഗാനിക് സോൾവെൻ്റ് ആയിട്ടുള്ള ബെൻസീനിൽ എന്താവും? സോൾവെൻ്റ് ആവും. അപ്പോൾ ഒരേപോലെയുള്ള ആൾക്കാർ ഒരേപോലെയുള്ള സോൾവെൻറ്റിൽ ഡിസോൾവ് ആവും. അതിനെ വിളിക്കുന്ന പേരാ ലൈക്ക് ഡിസോൾവ് ലൈക്ക്. അപ്പോൾ NaCl ഷുഗറൊക്കെ വാട്ടറിൽ ഡിസോൾവ് ആവും, അവർ ബെൻസീൽ ഡിസോൾവ് ആവില്ല. ആന്ത്രസീനും നാഫ്തലിനൊക്കെ ബെൻസീൽ ഡിസോൾവ് ആവും, അവർ വാട്ടറിൽ എന്താവില്ല? ഡിസോൾവ് ആവില്ല. ആ പോയിന്റ് മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി പഠിക്കേണ്ട അടുത്ത ഇമ്പോർട്ടൻറ്റ് എന്താ മക്കളെ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു സോൾവെൻറ്റിൽ മാക്സിമം എത്രത്തോളം സൊല്യൂട്ടിന് ഡിസോൾവ് ചെയ്യാൻ പറ്റുമോ ആ മാക്സിമം എമൗണ്ട് ഓഫ് സോലുബിലിറ്റി സോലുബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണെന്ത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, എടാ എൻ്റെ അടുത്ത് സൊല്യൂട്ട് ഉണ്ട്, പിന്നെ എൻ്റെ അടുത്ത് ഇവിടെ ആരുണ്ട്? സോൾവെൻറ്റും ഉണ്ട്. ഈ സൊല്യൂട്ടും സോൾവെൻറ്റും മിക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുക മക്കളെ? സൊല്യൂഷൻ കിട്ടുക. എന്ത് കിട്ടുക? സൊല്യൂഷൻ കിട്ടുക. അപ്പോൾ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാ ഡിസൊല്യൂഷൻ. ഈ സൊല്യൂഷനിൽ നിന്നും സോൾവെൻറ്റും സൊല്യൂട്ടും വേർതിരിച്ച് വരുന്ന പ്രോസസ്സ് ഉണ്ട്, അതിനെ പറയുന്ന പേരാ ക്രിസ്റ്റലൈസേഷൻ. അതായത് ഇങ്ങോട്ട് ഡിസൊല്യൂഷനാണ്, ഇങ്ങോട്ട് എന്താ വിളിക്കുക? ക്രിസ്റ്റലൈസേഷനാണ്. സൊല്യൂട്ടും സോൾവെൻറ്റും മിക്സ് ചെയ്തിട്ട് സൊല്യൂഷൻ ഉണ്ടാവുന്ന പ്രോസസ്സാണ് ഡിസൊല്യൂഷൻ. സൊല്യൂഷനിൽ നിന്നും സൊല്യൂട്ടും സോൾവെൻറ്റും വേർതിരിഞ്ഞ് പോകുന്നതിനെ പറയുന്ന പേരാണെന്ത്? ക്രിസ്റ്റലൈസേഷൻ. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിലൊക്കെ എക്സോതെർമിക്കും എൻഡോതെർമിക്കും അല്ലെങ്കിൽ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും എക്സോതെർമിക്കും എൻഡോതെർമിക്കും ഒക്കെ. ഇപ്പോൾ ഞാൻ പറയുന്നൊരു പോയിന്റ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. സൊല്യൂട്ടും സോൾവെൻറ്റും മിക്സ് ചെയ്തിട്ട് സൊല്യൂഷൻ ഉണ്ടാകുന്ന പ്രോസസ്സ് എന്താണെന്നറിയോ മക്കളെ? എക്സോതെർമിക് ആണെങ്കിൽ, എനിക്കറിയില്ല എക്സോതെർമിക്കും ആകാം എൻഡോതെർമിക്കും ആകാം കേട്ടോ. എക്സോതെർമിക് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ തിരിച്ചുള്ള റിയാക്ഷൻ എന്തായിരിക്കും മക്കളെ? എൻഡോതെർമിക് ആയിരിക്കും. ഇങ്ങനെ വരാം. അപ്പോൾ നിങ്ങളൊരു പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഹൈ ടെമ്പറേച്ചർ ഫേവേഴ്സ് എൻഡോതെർമിക്. അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് രണ്ടും ഹൈ ടെമ്പറേച്ചർ എൻഡോതെർമിക്കിന് ഫേവർ ചെയ്യും, മീൻസ് ലോ ടെമ്പറേച്ചർ എക്സോതെർമിക്കിന് എന്ത് ചെയ്യും? ഫേവർ ചെയ്യും. അപ്പോൾ ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോതെർമിക് എന്ന് പഠിക്കാം. ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ്, അത് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്തോ വേണമെങ്കിൽ. നിങ്ങൾ ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയില്ലായിട്ട് നിങ്ങൾ +1 പഠിച്ചതാണ്. ലോ ഓഫ് ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോതെർമിക് റിയാക്ഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോതെർമിക് അല്ലേ? എടാ ഇവിടെ സൊല്യൂട്ടും സോൾവെൻറ്റും മിക്സ് ചെയ്തിട്ട് സൊല്യൂഷൻ ആവുന്ന പ്രോസസ് ആക്ച്വലി എന്താ? എക്സോതെർമിക്കാണ്. അപ്പം ലോ ടെമ്പറേച്ചറാണ് ആരെ ഫേവർ ചെയ്യുക? എക്സോതെർമിക്കിനെ ഫേവർ ചെയ്യുക. അപ്പോൾ ടെമ്പറേച്ചർ കുറക്കുന്നതാണോ നല്ലത്, കൂട്ടുന്നതാണോ നല്ലത്? ലോ ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കുറക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസസ് സോലുബിലിറ്റി, ടെമ്പറേച്ചർ ഡിക്രീസസ് സോലുബിലിറ്റി ഇൻക്രീസസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല. ഇനി ചില സമയത്ത് സൊല്യൂട്ടും സോൾവെൻറ്റും മിക്സ് ചെയ്തിട്ട് സൊല്യൂഷൻ കിട്ടുന്ന പ്രോസസ്സ് എക്സോതെർമിക് ആണെന്ന് നിർബന്ധമല്ല. ഇവിടെ എന്താകാൻ വേണമെങ്കിൽ എൻഡോതെർമിക്കും ആകാം. ഇനി സൊല്യൂഷനിലുള്ള സോൾവെൻറ്റും സൊല്യൂട്ടും സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അതായത് ക്രിസ്റ്റലൈസേഷൻ, അത് ചിലപ്പോൾ ഇവിടെ എന്ത് വരാം? എക്സോതെർമിക് വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ റോൾ എന്താ? നിങ്ങളെന്താ പഠിച്ചത്? ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോ എന്നല്ലേ? അപ്പോൾ ഹൈ ടെമ്പറേച്ചർ എന്തിനെ ഫേവർ ചെയ്യുക? എൻഡോതെർമിക് റിയാക്ഷന്. എടാ ഇവിടെ എൻഡോതെർമിക് നടന്നാലാണ്, ഇവിടെ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്താലാണ്, എനർജി അബ്സോർബ് ചെയ്താലാണ് എന്ത് കിട്ടുക? എനിക്ക് സൊല്യൂഷൻ കിട്ടുക. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ കിട്ടുന്ന പ്രോസസ്സ് എൻഡോതെർമിക്കാണ്. അപ്പം
ലോ ടെമ്പറേച്ചർ എക്സോനെ ഫേവർ ചെയ്യും, അപ്പോൾ ഹൈ ടെമ്പറേച്ചറാണ് എൻഡോനെ ഫേവർ ചെയ്യുക. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ എന്താ പഠിക്കണ്ടേ? ഹൈ ടെമ്പറേച്ചർ. അതുകൊണ്ട് ടെമ്പറേച്ചർ കൂട്ടുമ്പോഴാണ് സോലുബിലിറ്റി കൂടുക എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കേസിൽ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കണം. ടെമ്പറേച്ചർ കൂട്ടുമ്പോഴാണ് സോലുബിലിറ്റി കൂടുക എന്ന് മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യം മക്കൾ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. ഇനി അടുത്ത് പ്രഷറിന് റോൾ ഉണ്ടാവും. ഇവിടെ സോലുബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ടെമ്പറേച്ചറാണ്, ഞാനിവിടെ പ്രൂവ് ചെയ്തു. മറ്റൊന്ന് പ്രഷറാണ്. പ്രഷർ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ പൊതുവേ സോലുബിലിറ്റി കൂടും. പക്ഷേ സോളിഡ് ആണെങ്കിൽ, നിങ്ങൾ സൊല്യൂട്ട് സോളിഡ് ആണെങ്കിൽ അവിടെ പ്രഷറിന് റോളില്ല. കാരണം എന്താ? നമുക്ക് സോളിഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കംപ്രസ് ചെയ്യാൻ പറ്റില്ല. സോളിഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സൊല്യൂഷൻ കുറേ ടൈപ്പ് ഉണ്ടല്ലോ. സോളിഡിന് ലിക്വിഡ് ആണെങ്കിൽ അവിടെ ആർക്ക് റോളില്ല? പ്രഷറിന് റോളില്ല എന്ന് പഠിക്കാം. പ്രഷറിന് എന്തില്ല? റോളില്ല. ഒക്കെ എഴുതി വെച്ചോട്ടോ. പ്രഷറിന് എന്തില്ല? റോളില്ല. സോളിഡിന് ലിക്വിഡ് ആണെങ്കിൽ. ഗ്യാസിന് ലിക്വിഡൊക്കെ ആണെങ്കിൽ എന്തുണ്ട്? പ്രഷറിന് റോളുണ്ട്. സോളിഡിന് ലിക്വിഡ് ആണെങ്കിൽ എന്തില്ല? പ്രഷറിന് റോളില്ല. ബാക്കിയുള്ള സൊല്യൂഷനൊക്കെ ആകുമ്പോൾ എന്തുണ്ട്? പ്രഷറിന് റോളുണ്ട്. അപ്പോൾ ആർക്കൊക്കെ അപ്പോൾ റോള്? ടെമ്പറേച്ചർ ഉണ്ട്. ജനറലി പറയുമ്പോൾ പ്രഷർ പറയാൻ പറ്റും. പിന്നെ നിങ്ങൾ എടുക്കുന്ന സൊല്യൂട്ടിൻ്റെ നാച്ചർ, പിന്നെ നിങ്ങൾ എടുക്കുന്ന സോൾവെൻറ്റിൻ്റെ നാച്ചർ. എല്ലാ സോൾവെൻറ്റിലും എല്ലാവരും ഡിസോൾവ് ആവില്ല. വാട്ടർ ആകുമ്പോൾ ഒരാൾ, ബെൻസിൻ ആകുമ്പോൾ വേറെ ആൾക്കാരാണ് ഡിസോൾവ് ആവുക. അതുകൊണ്ട് നേച്ചർ ഓഫ് സോൾവെൻറ്റ്, നേച്ചർ ഓഫ് സൊല്യൂട്ട്, പിന്നെ ടെമ്പറേച്ചർ, പ്രഷർ, ഇതൊക്കെയാണ് മെയിനായിട്ട് സോലുബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അത് മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. പ്രഷറിന് റോളില്ല. എവിടെ? സോളിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ അവിടെ ആർക്ക് റോളില്ല? പ്രഷറിന് റോളില്ല എന്നും കൂടിയും പഠിച്ചു വെക്കുക. ഓക്കെ. ഞാൻ അടുത്ത് പറയാനുണ്ട് എന്ത്? ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് ഇൻ ലിക്വിഡ്. ഓക്കെ. അവിടെയാണ് നമ്മൾ ഹെൻറീസ് ലോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ആദ്യം ഇതിൻ്റെ ഒരു കാര്യം പറയാം. ഇവിടെ സൊല്യൂഷൻ ഫോം ചെയ്യുന്നത് എക്സോതെർമിക്കാണ്. ഇവിടെ നോക്കിക്കേ, എക്സോതെർമിക്കും ആകാം എൻഡോതെർമിക്കും ആവാമെന്ന് പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എക്സോതെർമിക്കാണ്. അതായത് സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്താണ്? എക്സോതെർമിക്കാണെന്ന് പഠിക്കുക. എന്താണ് മക്കളെ? എക്സോതെർമിക്കാണ് എന്ന് നിങ്ങൾ പഠിക്കുക. അതുകൊണ്ട് തന്നെ ലോ ടെമ്പറേച്ചറാണോ ഹൈ ടെമ്പറേച്ചറാണോ ഫേവർ ചെയ്യുക? നമ്മൾ ആൾറെഡി എഴുതിയല്ലോ എന്ത്? ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോ. അപ്പോൾ ടെമ്പറേച്ചർ കുറക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഈ കേസിൽ ടെമ്പറേച്ചർ ഡിക്രീസസ്, അപ്പോൾ സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഇൻക്രീസസ്. അതുകൊണ്ട് ഈ പോയിന്റ് മക്കൾ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അതായത് ഹെൻറീസിലാണ് പഠിക്കാൻ പോകുന്നത്. സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡാണ് പഠിക്കാൻ പോകുന്നത്. മക്കളെ വളരെ സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. എന്താണത്? എന്താ ഹെൻറീസ് ലോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരുമോ? വളരെ സിമ്പിളാണ് മക്കളെ. എൻ്റെ ഒരു ബീക്കർ ഉണ്ട്. എൻ്റെ കയ്യിലൊരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിൽ എന്തുണ്ട്? കുറച്ച് ലിക്വിഡ് ഉണ്ട്. ഒരു ലിക്വിഡ് ഉണ്ട്. ഇവിടെ മുകളിൽ എന്തുണ്ട്? കുറച്ച് ഗ്യാഷ്യസ് മോളിക്യൂൾ ഉണ്ട്. ഓക്കെ. ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് നല്ലപോലെ പ്രഷർ കൊണ്ട് എക്സേർട്ട് ചെയ്തു. അല്ലെങ്കിൽ ആ ഗ്യാസ് താഴോട്ട് നല്ലപോലെ പ്രഷർ എക്സേർട്ട് ചെയ്താൽ ആ ഗ്യാഷ്യസ് മോളിക്യൂളൊക്കെ പതുക്കെ എങ്ങോട്ട് വരും? ഈ ലിക്വിഡ് സർഫസുമായിട്ട് കോൺടാക്റ്റ് വരൂലേ? താഴോട്ട് ഞാൻ പ്രഷർ നല്ലപോലെ അപ്ലൈ ചെയ്താൽ, അപ്പോൾ ലിക്വിഡ് സർഫസുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ അവർ പതുക്കെ ഗ്യാഷ്യസ് മോളിക്യൂള് ലിക്വിഡുമായിട്ട് ലയിച്ച് ചേരും. അതായത് ലിക്വിഡുമായിട്ട് എന്താകും? ഡിസോൾവ് ആകും. അപ്പം ഒന്ന് പറഞ്ഞേ, ഇയാൾ താഴോട്ട് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൂടുമ്പം ഇയാൾ മൊത്തം എവിടെ ഡിസോൾവ് ആകും? താഴെ ഈ സൊല്യൂഷനിൽ എന്താകും? ഡിസോൾവ് ആയി കിടക്കും. അപ്പോൾ ഹെൻറീസ് ലോ പറഞ്ഞേ, ഇയാൾ താഴോട്ട് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ നമുക്ക് എന്തായിട്ട് പറയാം? പാർഷ്യൽ പ്രഷറായിട്ട് പറയാം. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഓവർ ദി സൊല്യൂഷനിലോട്ട് എത്രത്തോളം പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ടോ, പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഓവർ ദി സൊല്യൂഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഇയാൾ നല്ലപോലെ പ്രഷർ താഴോട്ട് എക്സേർട്ട് ചെയ്താൽ ഇയാൾ മൊത്തം എവിടെ ഡിസോൾവ് ചെയ്ത് കിടക്കും? ആ താഴെയുള്ള സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്ത് കിടക്കൂലേ? അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇയാളുടെ എമൗണ്ട് ഇൻ ദി സൊല്യൂഷൻ. ഇയാൾ നല്ലപോലെ പ്രഷർ താഴോട്ട് എക്സേർട്ട് ചെയ്താൽ ഇയാൾ മൊത്തം താഴെ ഡിസോൾവ് ആവും. അപ്പോൾ ഇയാളുടെ ആ ഗ്യാഷ്യസ് മോളിക്യൂളിൻ്റെ എമൗണ്ട് സൊല്യൂഷൻ എന്ത് ചെയ്യും? കൂടും. അതാണ് ഹെൻറീസ് ലോ. അപ്പോൾ അതെങ്ങനെ നമ്മൾ പറഞ്ഞേ, പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഓവർ എ സൊല്യൂഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അയാളുടെ എമൗണ്ട്. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അയാളുടെ എന്ത് പറയാം? സോലുബിലിറ്റി എന്ന് പറയാം. ഒരു സൊല്യൂഷനിലുള്ള അയാളുടെ എമൗണ്ടിന് നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് പറയാം? മോൾ ഫ്രാക്ഷൻ ആയിട്ട് പറഞ്ഞൂടെ? അതായത് അയാളുടെ നമ്പർ ഓഫ് മോൾ ബൈ ടോട്ടൽ മോൾ. അത് ഒരു എമൗണ്ട് തന്നെയല്ലേ? അതുകൊണ്ട് നമുക്ക് സോലുബിലിറ്റിക്ക് പകരം വേണമെങ്കിൽ എന്ത് പറയാം? അയാളുടെ എമൗണ്ടിന് പകരം എന്ത് പറയാം? മോൾ ഫ്രാക്ഷൻ എന്ന് പറയാം.
ഇതാണ് ഹെൻറീസ് ലോ. ഇനി ഞാൻ ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവരും. ആ കോൺസ്റ്റൻ്റ് ആണ് എന്ത്, KH, ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. അപ്പോൾ P = എന്ത് കിട്ടി, KH × കൈ കിട്ടി. അതാണ് ഹെൻറീസ് ലോ. അപ്പോൾ ഈ P എന്താ, ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ, കൈ എന്താ, അയാളുടെ മോൾ ഫ്രാക്ഷൻ. എടാ കൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? എങ്ങനെ കൈ കണ്ടുപിടിക്കുക? ഇപ്പോൾ 1 എന്നുള്ള ആളാണെങ്കിൽ അയാളുടെ നമ്പർ ഓഫ് മോൾ ബൈ ടോട്ടൽ. ഫോർ എക്സാമ്പിൾ എൻ്റെ സൊല്യൂട്ടിന് ഞാൻ എന്തായിട്ട് എടുക്കുക, 2 ആയിട്ടാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. ടോട്ടൽ നമ്പർ ഓഫ് മോൾ എന്താ, അവിടെ സോൾവെൻറ്റും ഉണ്ട്, പിന്നെ എന്തുണ്ട്, സൊല്യൂട്ടും ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതൊക്കെ മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഡെഫിനിഷൻ അതാണ്, ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ ദി സൊല്യൂഷൻ. ആ മുകളിലുള്ള ഗ്യാസ് എത്രത്തോളം താഴോട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ആ ഗ്യാസ് താഴെ സൊല്യൂഷൻ എന്തായിട്ട് കിടക്കും, ഡിസോൾവ് ചെയ്ത് കിടക്കും. അതാണ് ഹെൻറീസ് ലോ. അപ്പോൾ അത് മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഒന്ന് പഠിച്ചു വെക്കുക. മക്കൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ചില ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓപ്ഷൻ ഉണ്ടെങ്കിൽ എളുപ്പം, ഓപ്ഷൻ ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം കേട്ടോ. ഓപ്ഷൻ ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം. നോക്കിക്കേ, ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. എത്ര, KH തന്നിട്ടുണ്ട്. എത്രയാടാ, 4.27 × 10⁵ mm/Hg. ഇവിടെ യൂണിറ്റ് മാറ്റേണ്ട ആവശ്യമില്ല, കാരണം പ്രഷർ തന്നിട്ടുണ്ട് 760. അതും mm/Hg ആയതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യേണ്ട, യൂണിറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. അത് ചോദ്യം എന്താ, മോൾ ഫ്രാക്ഷൻ ആണെന്ത് ചോദ്യം. എന്ത് എളുപ്പമാടാ, നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ പറ, P = KH × കൈ അല്ലേ. അപ്പോൾ കൈ = നമുക്ക് എന്ത് പറയാം, P/KH എന്ന് പറഞ്ഞൂടെ. അപ്പോൾ P എന്താ 760, KH എന്താ 4.27 × 10⁵. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്ഷൻ എനിക്ക് തോന്നുന്നു 1 ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ 3 അപ്ലിക്കേഷൻസ് പഠിക്കണം. നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണെന്ത്, ആ 3 അപ്ലിക്കേഷൻ. ഏത്, ഹെൻറീസ് ലോൻ്റെ 3 അപ്ലിക്കേഷൻ പറഞ്ഞേ. ഒന്ന് സോഡ അല്ലേ, അങ്ങ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണം. ഒന്ന് സോഡയുടെ കേസ് നിങ്ങൾ പഠിക്കണം. അതായത് നിങ്ങൾ സോഡ തുറക്കുന്ന സമയത്ത് ഒരു സൗണ്ട് വരാറില്ലേ, ആ ഗ്യാസ് പുറത്തോട്ട് പോകുന്ന സൗണ്ടാണ് നിങ്ങൾ ആക്ച്വലി കേൾക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ സോഡ തുറക്കുമ്പോൾ ഗ്യാസ് മൊത്തം പുറത്തോട്ട് വരുന്നത്? കാരണം നമ്മൾ ആ സോഡ ആ ഒരു കുപ്പിയിൽ ഹൈ പ്രഷറിൽ ഞാൻ CO2 അതിൽ ഡിസോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈ പ്രഷറാണ്. അപ്പോൾ ഹൈ പ്രഷറാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പ്രഷർ കൂടുമ്പം അയാളുടെ സോലുബിലിറ്റി കൂടുന്നല്ല പറഞ്ഞേ. P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അയാളുടെ എമൗണ്ട് എന്നല്ല പറഞ്ഞേ, അയാളുടെ മോൾ ഫ്രാക്ഷൻ എന്നല്ല പറഞ്ഞേ. അത് നല്ല പ്രഷർ ആവുന്ന സമയത്ത് CO2 മൊത്തം ആ ഒരു വാട്ടറിൽ ഡിസോൾവ് ആയി കിടക്കുക. ഞാൻ അതാണ്ട് തുറന്നാലോ, അവിടുത്തെ പ്രഷർ എന്താവും, പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഈക്വലായിട്ട് വരും. അതുകൊണ്ട് അവിടുത്തെ പ്രഷർ കുറഞ്ഞു. അപ്പോൾ ആ ലിക്വിഡിലുള്ള പ്രഷർ എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പോൾ പ്രഷർ കുറയുമ്പം പ്രഷർ കാരണമാണ് അയാൾ ഡിസോൾവ് ആയിട്ടുള്ളത്. ഞാനുണ്ട് അത് തുറന്നാൽ പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞാൽ ഡിസോൾവ് ആയ ഗ്യാസ് മൊത്തം പെട്ടെന്ന് പുറത്തോട്ട് എന്ത് ചെയ്യും, വരും. അപ്പം അതൊരു ഹെൻറീസ് ലോയുടെ ഒരു അപ്ലിക്കേഷനാണ്. അടുത്ത അപ്ലിക്കേഷൻ എന്താ, നമ്മൾ ക്ലൈംബിങ് മൗണ്ടെയിനൊക്കെ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് അവിടെ ആൾട്ടിറ്റ്യൂഡ് കൂടും. ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും, അവിടുത്തെ പ്രഷർ കുറയും എന്നുള്ള പോയിൻ്റൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ലഡാക്ക് അല്ലെങ്കിൽ ഈ മൗണ്ടനിങ് എവറസ്റ്റ് ഒക്കെ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ആൾട്ടിറ്റ്യൂഡ് കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ അവിടുത്തെ പ്രഷർ കുറയുമ്പം അവിടുത്തെ ഓക്സിജൻ നമ്മളെ ബോഡിയിൽ നല്ലപോലെ എന്താകൂല, ഡിസോൾവ് ആവില്ല. പ്രഷർ കൂടുമ്പോഴല്ലേ നല്ലപോലെ ഡിസോൾവ് ആവുക. അപ്പോൾ പ്രഷർ കുറയുമ്പം അവിടുത്തെ ഓക്സിജൻ നമ്മളെ ബോഡിയിൽ എന്താവില്ല, ഡിസോൾവ് ആവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല, ഓക്സിജൻ നമ്മുടെ ബ്ലഡിൽ അധികം ഡിസോൾവ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് തലകറക്കൊക്കെ എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. ഇത് ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാ അനോക്സിയ. അപ്പം ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്താ, CO2 ഇൻ സോഡ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താ, അനോക്സിയ. മൂന്നാമത്തത് എന്താ, ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ. നിങ്ങൾ നല്ല ഡെപ്തിലോട്ട് മുങ്ങി നീന്തുക എന്ന് വിചാരിച്ചോ. അപ്പോൾ നല്ല ഡെപ്തിലോട്ട് താഴോട്ട് നീന്തുന്ന സമയത്ത് ഡെപ്ത് കൂടുമ്പം പ്രഷർ കൂടും. അതുകൊണ്ട് തന്നെ താഴെ നല്ല പ്രഷറായിരിക്കും. അതുകൊണ്ട് തന്നെ ബോഡിയിൽ നല്ലപോലെ ഗ്യാസ് എല്ലാം എന്താവും, ഡിസോൾവ് ആയി കിടക്കും. നൈട്രജനും ഓക്സിജനൊക്കെ നല്ലപോലെ ഡിസോൾവ് ആവും. നിങ്ങൾ പെട്ടെന്ന് മുകളിലോട്ട് വന്നാലുള്ള പ്രശ്നം എന്താ, മുകളിലോട്ട് വരുമ്പം അവിടെ പ്രഷർ എന്തായിരിക്കും മക്കളെ, കുറവായിരിക്കും. അപ്പോൾ പ്രഷർ കുറഞ്ഞത് കൊണ്ട് താഴെ നല്ല പ്രഷർ ആയതുകൊണ്ട് ആ സമയത്ത് നൈട്രജനൊക്കെ നമ്മളെ ബോഡിയിൽ നല്ലപോലെ ഡിസോൾവ് ആയി കിടക്കുക. പെട്ടെന്ന് മുകളിലോട്ടുണ്ട് വരുമ്പം മുകളിൽ പ്രഷർ കുറവാണ്. അതുകൊണ്ട് ഡിസോൾവ് ആയ നൈട്രജനൊക്കെ പെട്ടെന്ന് പുറത്തോട്ട് എന്ത് ചെയ്യും, വരും. അതായത് നമ്മളെ ബോഡിയിലൊക്കെ ബ്ലഡിലൊക്കെ എന്ത് വരും, നൈട്രജൻ ബബിൾസ് വരും.
ആ ബബിൾസിന് പറയുന്ന പേരാ നൈട്രജൻ ബെൻഡ് എന്ന് പറയുന്നത്. എന്താ വിളിക്കാം? നൈട്രജൻ ബെൻസ്. ഈ ബെൻഡ് കാരണം ഡെത്ത് വരെ എന്ത് ചെയ്യാം? കോസ് ചെയ്യാം. അതുകൊണ്ട് അതും അതിൻ്റെ ഒരു അപ്ലിക്കേഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കണം. സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ കേസിൽ കേട്ടോ. സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ കേസ് നിങ്ങൾ എന്ത് ചെയ്യുക? ആ പോയിന്റ് എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹെൻറീസ് ലോയിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിച്ചു വെക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഇനി പുതിയ ടോപ്പിക്കാണ്. എന്താണ് വേപ്പർ പ്രഷർ? ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇനി പറയാൻ പോകുന്നത് മക്കളെ. എളുപ്പമാണ്, ശ്രദ്ധിച്ചിരുന്നോ? കാര്യങ്ങളെല്ലാം മനസ്സിലാവും, ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, എടാ എൻ്റെ കയ്യിലൊരു ബീക്കർ, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ബീക്കർ ഉണ്ട്. അത് വേപ്പർ പ്രഷർ എന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്നിട്ട് റൗൾസ് ലോയിലോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പോകാം കേട്ടോ. എൻ്റെ കയ്യിലൊരു ബീക്കർ ഉണ്ട്. ആ ബീക്കർ കുറച്ച് ലിക്വിഡ് ഉണ്ട്. എന്തുണ്ട്? കുറച്ച് ലിക്വിഡ് അതിലുണ്ട്. ഞാൻ ക്ലോസ്ഡ് ബീക്കറാണ് കേട്ടോ, ക്ലോസ്ഡ് ബീക്കറാണ്. ഞാൻ അയാൾ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തു. എടാ ഹീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, വാട്ടർ ആണെങ്കിൽ വാട്ടർ പതുക്കെ വേപ്പറായിട്ട് മാറുമല്ലോ. അപ്പോൾ പതുക്കെ എനിക്ക് കുറച്ച് വേപ്പേഴ്സ് കിട്ടി ഇവിടെ കുറച്ച്. ഇയാൾ ഹീറ്റ് ചെയ്തപ്പോൾ ഇയാൾ കുറച്ച് വേപ്പറായിട്ട് മാറി. വീണ്ടും ഹീറ്റ് ചെയ്താലോ? വീണ്ടും കുറേ വേപ്പർ കിട്ടും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പറിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഹീറ്റ് ചെയ്യുമ്പോൾ കുറേ വേപ്പർ കിട്ടും. എടാ വേപ്പർ ഇവിടെ കുറേ കൂടിയാൽ ഈ വേപ്പർ എന്ത് ചെയ്യും? അടുത്തോട്ട് വരില്ലേ? കുറച്ച് വേപ്പർ ആണെങ്കിൽ അവർക്ക് ദൂരം പോയി നിന്നാൽ മതി. പക്ഷേ നിങ്ങൾ നല്ലപോലെ നിങ്ങളങ്ങനെ ഹീറ്റ് അങ്ങനെ ചെയ്യുമ്പം വേപ്പറിൻ്റെ എമൗണ്ട് കൂടും. അപ്പോൾ ഈ ഒരു സ്പേസിൽ വേപ്പറിൻ്റെ എമൗണ്ട് കൂടുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് വേപ്പർ അടുത്തോട്ട് വരൂലേ? എടാ വേപ്പർ അടുത്തോട്ട് വരിക മീൻസ് അതിൻ്റെ അടുത്ത് എന്താ? വേപ്പർ പതുക്കെ എന്തായിട്ട് തന്നെ മാറും? വാട്ടറിനായിട്ട് മാറും അല്ലേ? വാട്ടർ മോളിക്യൂൾസ് കുറച്ച് അടുത്തടുത്താണ്. വേപ്പർ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക? മോളിക്യൂൾസ് ദൂരം പോയിട്ട് നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ വേപ്പർ അങ്ങനെ കിട്ടും. വേപ്പറിൻ്റെ എമൗണ്ട് ഇവിടെ അങ്ങനെ കൂടുമ്പം വേപ്പേഴ്സ് അടുത്തടുത്ത് വരും. വരിക മീൻസ് വേപ്പർ പതുക്കെ എന്തെന്നെ ആയിട്ട് മാറുന്നുണ്ട്? കണ്ടൻസ് ചെയ്തിട്ട് അയാൾ താഴോട്ട് തന്നെ വരുന്നുണ്ട്, ലിക്വിഡായിട്ട് തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ഒരു ടൈം എത്തും. ആ ഒരു ടൈം എത്തുമ്പം ഈ ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്നതും വേപ്പർ തിരിച്ച് ലിക്വിഡായിട്ട് മാറുന്നതിൻ്റെയും റേറ്റ് സെയിം ആയിട്ട് വരും. അതായത് റേറ്റ് ഓഫ് ഇവാപ്പറേഷനും റേറ്റ് ഓഫ് കണ്ടൻസേഷനും എന്തായിട്ട് വരും മക്കളെ? സെയിം ആയിട്ട് വരും. ആ ഒരു പോയിന്റിൽ രണ്ട് റേറ്റും സെയിം ആയിട്ട് വരുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇക്വിലിബ്രിയം. എന്താ വിളിക്കുക? ഇക്വിലിബ്രിയം. ആ ഇക്വിലിബ്രിയം സമയത്ത് ഇവിടുത്തെ വേപ്പർ ഈ ഒരു ബീക്കറിൻ്റെ വാളിലോട്ട് എക്സേർട്ട് ചെയ്യുന്നൊരു പ്രഷർ ഉണ്ടല്ലോ, ആ പ്രഷറിനെ വിളിക്കുന്ന പേരാ വേപ്പർ പ്രഷർ എന്നുള്ളത്. മനസ്സിലായല്ലോ? റേറ്റ് ഓഫ് ഇവാപ്പറേഷനും റേറ്റ് ഓഫ് കണ്ടൻസേഷനും സെയിം ആയിട്ട് വരുന്ന ഇക്വിലിബ്രിയം എന്നുള്ള പോയിന്റിൽ ഇവിടെ കുറച്ച് വേപ്പർ ഉണ്ടാവുമല്ലോ, ആ വേപ്പർ ഇങ്ങോട്ട് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണെന്ത്? വേപ്പർ പ്രഷർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ കുറേ വേപ്പർ കിട്ടില്ല ചെയ്യുക. കുറേ വേപ്പർ കിട്ടുമ്പോൾ വേപ്പർ പ്രഷർ കൂടില്ല ചെയ്യുക. അപ്പോൾ ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? വേപ്പർ പ്രഷർ എന്നുള്ള പോയിന്റ് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. ഇതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എങ്ങോട്ട് പോവുക? റൗൾസ് ലോയിലോട്ട് പോവുക. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങൾ മനസ്സിലാവും. റൗൾസ് ഞാൻ പറയാൻ പോവുകയാണ്. റൗൾസ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് രണ്ട് ടൈപ്പിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഒന്ന് നിങ്ങളുടെ സൊല്യൂഷനിൽ സൊല്യൂട്ടും വോളട്ടൈലാണ്. എന്താ നമ്മൾ വോളട്ടൈൽ എന്ന് വെച്ചാൽ ഇവാപ്പറേറ്റ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള, അതായത് വേപ്പർ ആവാൻ ടെൻഡൻസി ഉള്ള ആൾക്കാരെ പറയുന്ന പേരാ വോളട്ടൈൽ. ഇവാപ്പറേറ്റ് ചെയ്യുന്നവരെ പൊതുവെ വിളിക്കുന്ന പേരാ വോളട്ടൈൽ എന്നുള്ളത്. ഇവിടെ നിങ്ങൾ സൊല്യൂട്ടും സോൾവെൻറ്റും എന്താ? വോളട്ടൈലാണ്. ഇത് ലിക്വിഡ് സൊല്യൂഷനാണ്. രണ്ടാളും ലിക്വിഡാണെന്ന് വിചാരിച്ചു. അപ്പം സോൾവെൻറ്റും സൊല്യൂട്ടും എന്ത് ചെയ്യും? ഹീറ്റ് കൊടുത്താൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചു. അതിനെ വിളിക്കുന്ന പേരാ വോളട്ടൈൽ എന്നുള്ളത്. എൻ്റെ അടുത്തൊരു ബീക്കർ ഉണ്ട്, എ എന്നുള്ള ബീക്കർ. ഇത് ബി എന്നുള്ള ബീക്കറാണ്. അപ്പം ഈ ബീക്കറിലൂടെ എ എന്നുള്ള ആൾ മാത്രം, എ പൊതുവെ സോൾവെൻ്റ് ആയിട്ടും ബി പൊതുവെ നിങ്ങൾ സൊല്യൂട്ടായിട്ടും പറഞ്ഞു. 1 സോൾവെൻറ്റും 2 സൊല്യൂട്ടും പറയുന്ന പോലെ തന്നെ എ സോൾവെൻറ്റും ബി സൊല്യൂട്ടായിട്ടും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പറയാം. അപ്പോൾ ഇവിടെ എ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ പ്യുവർ അല്ലേ? എ മാത്രം മീൻസ് എയുടെ കൂടെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് അയാൾ പ്യുവർ അല്ലേ? ആ എ മാത്രമുള്ള സമയത്ത് എ എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷറിനെ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്? P0A. എന്താ? P0A. ഇവിടെ ആര് മാത്രമേ ഉള്ളൂടാ? ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? ബി മാത്രമേ ഉള്ളൂ. ഇവിടെ ബി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ബി പ്യുവർ അല്ലേ? അപ്പോൾ ബി മാത്രമുള്ള സമയത്ത് ബീനെ നിങ്ങൾ ഹീറ്റ് ചെയ്യുമ്പം ബി ഒരു വേപ്പർ പ്രഷർ ക്രിയേറ്റ് ചെയ്യുമല്ലോ.
അപ്പോൾ പ്യുവർ ബിയുടെ ബി മാത്രമുള്ള സമയത്ത് ബിയുടെ വേപ്പർ പ്രഷറിനെ വിളിക്കുന്ന പേരാ മക്കളെ എന്ത് P0B എന്നുള്ളത്. അത് രണ്ടും മക്കൾ ആദ്യം പഠിച്ചു വെക്കുക. മക്കൾ ഇവാപ്രേഷൻ ആക്ച്വലി എന്താ? ഇവാപ്രേഷൻ മീൻസ് സർഫസിലുള്ള മോളിക്യൂളാണ് എന്ത് ചെയ്യുക, സർഫസിലൂടെ കുറേ മോളിക്യൂൾ ഉണ്ടാവും, എയുടെ മോളിക്യൂൾ. ആ എയുടെ മോളിക്യൂളാണ് പൊതുവെ എന്ത് ചെയ്യുക, മുകളിലോട്ട് വേപ്പറായിട്ട് ഇവാപ്രേറ്റ് ചെയ്ത് പോവുക. ഇത് സർഫസിലുള്ള ബിയുടെ മോളിക്യൂളാണ് എന്ത് ചെയ്യുക, വേപ്പറായിട്ട് ഇവാപ്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പോവുക. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, എയും ബിയും മിക്സ് ചെയ്തു, പുതിയൊരു ബീക്കർ എടുത്തു, അവിടെ എയും ഉണ്ട് ബിയും ഉണ്ട്. എടാ എയും ബിയും ഉണ്ടാകുമ്പോൾ സർഫസിൽ ഇപ്പോൾ എ മാത്രമാണ് ഉണ്ടാവുക? അല്ല, എയും ഉണ്ടാകും ബിയും ഉണ്ടാവും. ഇപ്പോൾ സർഫസിലുള്ള എയുടെ എമൗണ്ട് കുറഞ്ഞു. ഇവിടെ സർഫസിൽ എ മാത്രം, ഇവിടെ സർഫസിൽ ബി മാത്രം. രണ്ടാളും മിക്സ് ചെയ്ത സർഫസിൽ എയും വന്നു ബിയും വന്നു. അതുകൊണ്ട് സർഫസിൽ എയുടെ എമൗണ്ട് കുറഞ്ഞില്ലേ? ഇവിടെ എ മാത്രമാണെങ്കിൽ ഇവിടെ എൻ്റെ കൂടെ ബിയും ഉണ്ട്, അതുകൊണ്ട് എൻ്റെ എമൗണ്ട് കുറഞ്ഞില്ലേ? സർഫസിൽ ബിയുടെ എമൗണ്ടും കുറഞ്ഞില്ലേ? കാരണം ഇവിടെ സർഫസിൽ ബി മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവിടെ എയും ബിയും ഉണ്ട്. അതുകൊണ്ട് സർഫസിലുള്ള എയുടെ എമൗണ്ടും ബിയുടെ എമൗണ്ടും കുറഞ്ഞില്ലോ? കുറഞ്ഞു. അതുകൊണ്ട് തന്നെ സർഫസിലുള്ള മോളിക്യൂളല്ലേ വേപ്പറായിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക? ആണല്ലോ, ആണ്. അപ്പോൾ സർഫസിലുള്ള എയുടെ എമൗണ്ട് കുറഞ്ഞതുകൊണ്ട് എയുടെ വേപ്പറേഷൻ കുറയില്ലേ? ബിയുടെ വേപ്പറേഷനും കുറയില്ലേ? കുറയും. അതുകൊണ്ട് എയുടെ എമൗണ്ടിൻ വേപ്പറും ബിയുടെ എമൗണ്ടിൻ വേപ്പറും കുറഞ്ഞില്ലേ? കുറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? കുറയും. അപ്പം ഒരു മിക്സ്ചർ ആയ സമയത്ത് എയും ബിയും ഉള്ള സമയത്ത് എയുടെ വേപ്പർ പ്രഷറിന് പറയുന്ന പേര് PA എന്നാ. ഒരു മിക്സറായ സമയത്ത് ബിയുടെ വേപ്പർ പ്രഷറിന് പറയുന്ന പേര് PB എന്നാ. എടാ PAയും PBയും P0Aനേക്കാളും കുറവായിരിക്കൂലേ? P0Aനേക്കാളും കുറവായിരിക്കും PA, P0Bനേക്കാളും കുറവായിരിക്കും PB. ഉറപ്പാണ്. കാരണം എന്താ? ഇത് ഇവിടെ എ മാത്രമേ ഉള്ളൂ, ഇവിടെ ബി മാത്രമേ ഉള്ളൂ, ഇവിടെ എയും ബിയും ഉണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ എമൗണ്ട് കുറഞ്ഞു, അപ്പോൾ എ വേപ്പറാവുന്ന എമൗണ്ട് എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ട് PA എപ്പോൾ ലെസ് ദാൻ എന്തായിരിക്കും? P0A ആയിരിക്കും. അപ്പോൾ കുറച്ച് കുറഞ്ഞു. ആ കുറയുന്നതിന് പറയുന്ന പേരാണ് ആക്ച്വലി ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. നമ്മളത് വരുന്നുണ്ട്, പഠിക്കാം. ഓക്കെ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ടോട്ടൽ പ്രഷർ ഒരു സൊല്യൂഷൻ മീൻ ഇത് സൊല്യൂഷൻ ആണോടാ? അല്ല, ഇതിവിടെ സോൾവെൻ്റ് മാത്രമല്ലേ ഉള്ളൂ, എ മാത്രമല്ലേ ഉള്ളൂ. ഒരാൾ മാത്രമാണെങ്കിൽ സൊല്യൂഷൻ എന്ന് വിളിക്കുമോ? ഇല്ല. ഇത് സൊല്യൂഷൻ ആണോ? ഇതും സൊല്യൂഷൻ അല്ല, ഇതാണ് സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? PAയും PB എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. PAയും PB എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഈ PA കിട്ടാനുള്ളൊരു PA നമുക്ക് എങ്ങനെ കിട്ടും? അതാണ് നമ്മളിവിടെ പറയുന്നത്, റൗൾസ് ലോയിൽ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക് കേട്ടോ. ഇവിടെ കുറേ PA എന്ന് വെച്ചാൽ എന്താ? ഇവിടെ കുറച്ച് എ ഉണ്ട്. ആ എ വേപ്പറായിട്ട് മാറിയിട്ട് ആ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് PA, പാർഷ്യൽ പ്രഷർ ഓഫ് എ. PB എന്ന് വെച്ചാൽ എന്താ? ഇവിടെ കുറച്ച് ബി ഉണ്ട്. ആ ബി വേപ്പറായിട്ട് മാറിയിട്ട് ആ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് എന്ത്? PB എന്നുള്ളത്. അപ്പോൾ PA ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇവിടെ കുറേ എ ഉണ്ടെങ്കിൽ എ കൂടുതലായിട്ട് വേപ്പറായിട്ട് മാറാലോ. സർഫസിൽ കുറേ ബി ആണെങ്കിൽ ബിക്ക് കുറേ വേപ്പറായിട്ട് മാറിയിട്ട് സർഫസിലുള്ള മോളിക്യൂളായി എവാപ്പറേറ്റ് ചെയ്യുക. ബിക്ക് എന്തായിട്ട് മാറാം? വേപ്പറായിട്ട് മാറാം. ആ വേപ്പർ എന്ത് ചെയ്യും? പ്രഷർ എക്സേർട്ട് ചെയ്യും. അതിനെ പറയുന്ന പേരാ PB. അപ്പോൾ നമുക്ക് എന്ത് പോയിൻ്റ് എഴുതി വെക്കാൻ പറ്റും മക്കളെ? പറഞ്ഞേ, PA എ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അയാളുടെ എമൗണ്ട് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കടാ. ഇവിടെ കുറേ എ ഉണ്ടെങ്കിൽ, ഇവിടെ കുറേ എ ആണ് എന്നുണ്ടെങ്കിൽ ആ എക്കൊക്കെ എന്ത് ചെയ്യാം? വേപ്പറായിട്ട് മാറാം. ആ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് PA. അപ്പോൾ PA ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആ എയുടെ എമൗണ്ട് ഇൻ ദി സൊല്യൂഷൻ അല്ലേ? അതായത് എയുടെ എമൗണ്ട് മീൻസ് എയുടെ കോൺസെൻട്രേഷൻ മീൻസ് ഒരു കോൺസെൻട്രേഷൻ ടേം ആ മോൾ ഫ്രാക്ഷൻ. നമുക്കിവിടെ എന്തിൻ്റെ ടേമിൽ എഴുതാം? മോൾ ഫ്രാക്ഷൻ്റെ ടേമിൽ എഴുതാം. അപ്പോൾ PA = എന്ത് എഴുതാം? Chi എന്ന് എഴുതാം. അതിന് PB എങ്ങനെയാണ് മക്കളെ എഴുതുക? PB ബി എന്നുള്ള ആൾ വേപ്പറായിട്ട് മാറണ്ടേ? കുറേ ബി വേപ്പറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ കുറേ ബി നമ്മൾ ആ സർഫസിൽ വേണ്ടേ? അപ്പം ബിയുടെ എമൗണ്ടിൻ്റെ സൊല്യൂഷൻ അല്ലേ? ബിയുടെ എമൗണ്ടിൻ്റെ സൊല്യൂഷൻ നമുക്ക് എന്തായിട്ട് എഴുതാം? Chi B എന്ന് വിളിക്കാം. ഇതാണ് ആക്ച്വലി എന്ത് ലോ? റൗൾസ് ലോ. അപ്പോൾ PA ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Chi എന്ന് എഴുതി. PA ഈക്വൽ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കാൻ ഒരു കോൺസ്റ്റൻറ്റിന് കൊണ്ടുവന്നു. ആ കോൺസ്റ്റൻ്റ് ആണ് എന്ത്? P0A. എന്താ P0ൻ്റെ ഡെഫിനേഷൻ എന്താ? എ മാത്രമുള്ള സമയത്ത് എയുടെ വേപ്പർ പ്രഷറിനെ പറയുന്ന പേരാണ് എന്ത്? P0A, പ്യുവർ എയുടെ വേപ്പർ പ്രഷർ. അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ബാക്കി എന്ത് ചെയ്യുക? Chi എന്ന് എഴുതി വെക്കുക. PB = എന്ത് എഴുതി വെക്കാം? പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവരും. ആ കോൺസ്റ്റൻ്റ് ആണ് ഇവിടുത്തെ P0B. പിന്നെ ബാക്കി Chi B എന്ന് എഴുതി വെച്ചു. അപ്പോൾ സൊല്യൂഷൻ്റെ പ്രഷർ ചോദിക്കുമ്പോൾ സൊല്യൂഷൻ്റെ പ്രഷറാണ് ടോട്ടൽ പ്രഷർ. അത് ഈക്വൽ ടു എന്താ? PA പ്ലസ് എന്ത് ചെയ്യണം? PB ചെയ്യണം.
പി എന്താ മക്കളെ P0A കൈ എ, പി ബി എന്താ മക്കളെ P0B കൈ ബി. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കൈ എ തരും കൈ ബി തരൂല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ, കൈ എ തരും അപ്പോൾ കൈ എന്ന് എഴുതി വെക്കുക, കൈ ബി തരൂല, എടാ കൈ ബി തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം കൈ എ പ്ലസ് കൈ ബി 1 ആണെന്ന് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞല്ലോ. അതുകൊണ്ട് കൈ എ അറിയുകയാണെങ്കിൽ കൈ ബി എങ്ങനെ കണ്ടുപിടിക്കുക, 1 മൈനസ് കൈ എ ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ എഴുതാം. ചില സമയത്ത് കൈ ബി തരും കൈ എ തരൂല, അപ്പോൾ നമ്മളെങ്ങനെ എഴുതണം, P0A കൈ എനിക്കറിയില്ല, പക്ഷെ കൈ ബി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി അറിയുകയാണെങ്കിൽ 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ചെയ്ത് എന്ത് കിട്ടും, മോൾ ഫ്രാക്ഷൻ ഓഫ് എ കിട്ടും. അതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കാൻ വേണമെങ്കിൽ 1 മൈനസ് കൈ ബി. ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചൊക്കെ അവരെന്ത് ചെയ്യാം, ചോദിക്കാം. അതുകൊണ്ട് ഈ ഇക്വേഷൻസൊക്കെ മക്കൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് റൗൾസ് ലോയിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അതായത് സൊല്യൂട്ട് എന്ത് ചെയ്യൂല, മുകളിലോട്ട് വേപ്പറായിട്ട് മാറൂല. അപ്പോൾ ടോട്ടൽ പ്രഷർ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് മാത്രം എടുത്താൽ മതി, സോൾവെൻറ്റിൻ്റെ പ്രഷർ മാത്രം എടുത്താൽ പോരെ, മതി. കാരണം സൊല്യൂട്ട് അവിടെ എന്താവൂല മക്കളെ, ഇവാപ്പറേറ്റ് ചെയ്യൂല, കാരണം സൊല്യൂട്ട് നോൺ വോളറ്റൈല, അതുകൊണ്ട് ഇത് മതി. അപ്പോൾ PA = എന്താ, P0A കൈ എ എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. അവിടെ P0B കൈ ബിൻ്റെ ആവശ്യമില്ല, കാരണം ബി അവിടെ നോൺ വോളറ്റൈല, മുകളിലോട്ട് വേപ്പറായിട്ട് മാറൂല. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, നോക്കിക്കേ. ദ വേപ്പർ പ്രഷർ ഓഫ് 2 ലിക്വിഡ്, പിയും ക്യൂവും തന്നിട്ടുണ്ട്. എത്ര, പ്യുവർ, ഇത് പ്യുവർ ആട്ടോ. 2 ലിക്വിഡ് എന്ന് പറയുമ്പം അത് സൊല്യൂഷൻ അല്ല, പ്യുവർ ലിക്വിഡ് പി. അതേപോലെ ലിക്വിഡ് ക്യൂ എന്ന് പറഞ്ഞാൽ അത് ലിക്വിഡ് ക്യൂ മാത്രമേ ഉള്ളൂ, അതായത് പ്യുവർ ആണ്. അതായത് നമുക്ക് എന്ത് തന്നു, P0 ഇത് ഞാൻ എ തന്നു, ഞാൻ പിനെ എ ആയിട്ടും ക്യൂനെ ബി ആയിട്ടും എടുക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ച ഇക്വേഷനിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാട്ടോ. പിനെ എ ആയിട്ടും ക്യൂനെ ഞാൻ ബി ആയിട്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ P0A 80 തന്നിട്ടുണ്ട്, പിന്നെ P0B എന്ത് തന്നിട്ടുണ്ട്, 60 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി മിക്സ്, അതായത് എയുടെ മോൾ, പിനെ ഞാൻ എ ആയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ എയുടെ മോൾ എന്താ 3 ആണ്, പിന്നെ ബിയുടെ മോൾ 2 ആണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ പറഞ്ഞേ മക്കളെ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നോക്കിക്കേ, പിയുടെ 3 മോൾ ഓഫ് പി 2 മോൾ ഓഫ് ക്യൂ. ഞാൻ എനെ ഞാൻ 3 ആയിട്ട് എടുത്തു, പിന്നെ പിനെ ഞാൻ എ ആയിട്ട് എടുത്തു, ക്യൂന് ഞാൻ എന്തായിട്ട് എടുത്തു, ബി ആയിട്ട് എടുത്തു. അത് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്താ മക്കളെ, എയുടെ മോൾ 3 അല്ലേ, ബൈ ടോട്ടൽ മോൾ അല്ലേ, അപ്പോൾ 3/5 കിട്ടും. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി പറഞ്ഞേ, ബിയുടെ മോൾ ബൈ ടോട്ടൽ മോൾ അല്ലേ, അപ്പോൾ എന്ത് കിട്ടും, 2/5 കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷനാണ് ചോദ്യം. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിനെ വിളിക്കുന്ന പേരാ പി ടോട്ടൽ. = എന്താ പഠിച്ചേ, PA + PB. പിൻ്റെ ഇക്വേഷൻ എന്താ പഠിച്ചേ, P0A കൈ എ. PBൻ്റെ ഇക്വേഷൻ എന്താ പഠിച്ചേ, P0B കൈ ബി. P0A എത്രയാടാ 80, കൈ എത്രയാടാ 3/5 പ്ലസ് P0B പറഞ്ഞേ 60, അയാളുടെ കൈ ബി എന്താ 2/5. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓപ്ഷൻ ഏതാ വരിക, ഓപ്ഷൻ 4 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇതൊക്കെ മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഈ ഒരു ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചാൽ തന്നെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ട് പോകും, ഐഡിയൽ സൊല്യൂഷനിലോട്ട് പോകും. എന്താ മക്കളെ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ, റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത്, ഐഡിയൽ സൊല്യൂഷൻ എന്നുള്ളത്. റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാർ, അതായത് റൗൾസ് ലോ ഒബേ ചെയ്യണമെന്നുണ്ടെങ്കിൽ PA, ഇതാണ് റൗൾസ് ലോ, PA = P0A കൈ എ. അതേപോലെ PB = P0B കൈ ബി. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ ഫോളോ ചെയ്യുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഐഡിയൽ സൊല്യൂഷൻ. അത് മക്കളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഡെഫിനിഷൻ പറഞ്ഞാൽ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെ പറയുന്ന പേരാണെന്ത്, ഐഡിയൽ സൊല്യൂഷൻ. അതാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ അല്ലേ. ഇനി പഠിക്കേണ്ടത് അതിൻ്റെ എൻതാൽപ്പി ഓഫ് മിക്സിങ്ങും വോളിയം ഓഫ് മിക്സിങ്ങും 0 ആയിരിക്കും. അതായത് നിങ്ങൾ ആ സൊല്യൂഷൻ മിക്സ് ചെയ്ത സമയത്ത് അതിൻ്റെ എനർജി ചേഞ്ച്, എൻതാൽപ്പി ചേഞ്ച് 0 ആണ്. അതിൻ്റെ വോളിയത്തിലുള്ള ചേഞ്ചും 0 എന്ന് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ച്. അതിനൊക്കെ കാരണങ്ങളുണ്ട്, പക്ഷേ ആ കാരണം നിങ്ങളോട് ചോദിക്കൂല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ അത് പഠിക്കണ്ട, നമ്മൾ എൻട്രൻസ് ക്ലാസ് എടുക്കുന്ന സമയത്താണ് അതൊക്കെ പറഞ്ഞു തരാറുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക് ബോർഡ് എക്സാം റിവിഷൻ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾ എൻതാൽപ്പി ഓഫ് മിക്സിങ്ങും വോളിയം ഓഫ് മിക്സിങ്ങും എന്താ 0 എന്ന് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ അത്രയും കാര്യം നോക്കുക. ഇനി റൗൾസ് ലോ ഒബേ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ആ ഐഡിയൽ സൊല്യൂഷൻ ആവണമെന്നുണ്ടെങ്കിൽ എടാ മക്കളെ എൻ്റെ അടുത്ത് സൊല്യൂട്ട് ഉണ്ട്, സൊല്യൂട്ട് മോളിക്യൂൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവുമല്ലോ, ആ ബന്ധം ഞാൻ BB എന്ന് വിളിക്കും. പിന്നെ സൊല്യൂട്ട് എവിടെ ആഡ് ചെയ്യുക? സോൾവെൻറ്റിലോട്ടല്ലേ. സോൾവെൻറ്റ് മോളിക്യൂളിന് സോൾവെൻറ്റ് പൊതുവെ A, അപ്പോൾ സോൾവെൻറ്റിൻ്റെ ആ തമ്മിലുള്ള ബന്ധത്തിന് ഞാൻ എന്ത് വിളിക്കും? AA ഇൻട്രാക്ഷൻ എന്ന് വിളിക്കും. രണ്ടാളും മിക്സ് ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? ഒരു സൊല്യൂഷൻ കിട്ടുക. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സൊല്യൂട്ട് ഇൻട്രാക്ഷനും സോൾവെൻറ്റ് ഇൻട്രാക്ഷനും ഏകദേശം അപ്രോക്സിമേറ്റ്ലി ആരുമായിട്ട് മാച്ചിങ് ആയിട്ട് വരണം? സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ ഇൻട്രാക്ഷൻ ആയിട്ട് വരണം. സൊല്യൂട്ടും സോൾവെൻറ്റും എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്? അതേ ഇൻട്രാക്ഷൻ ആയിരിക്കണം ആർക്ക്? സൊല്യൂട്ടും തമ്മിലും സോൾവെൻറ്റും തമ്മിലും. ഇങ്ങനത്തെ ആൾക്കാരാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ മക്കൾ നിർബന്ധമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം? ഒന്ന് ബൈഹാർട്ട് ചെയ്യണം. എല്ലാം ബൈഹാർട്ട് ചെയ്യേണ്ട. NCERT ഉള്ളത് ഇതും നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് പോവുക. ഏതൊക്കെ പറഞ്ഞേ? N-ഹെപ്റ്റെയ്ൻ, N-ഹെക്സെയ്ൻ. ബെൻസീനും തമ്മിൽ ഇൻട്രാക്ഷനും ടൊളുവിനും തമ്മിൽ ഇൻട്രാക്ഷനും ഏകദേശം സിമിലർ ആണ്. എന്ത്? ബെൻസീനും ടൊളുവിനും തമ്മിൽ ഇൻട്രാക്ഷൻ. ഓക്കെ, ബ്രോമോഇഥേനും ക്ലോറോഇഥേനും തമ്മിൽ ഇൻട്രാക്ഷനും ഇവർ രണ്ടാളും പരസ്പരമുള്ള ഇൻട്രാക്ഷനും ഏകദേശം എന്താ? സെയിമാ. അതുകൊണ്ട് അതെന്ത് ക്രിയേറ്റ് ചെയ്യും? ഐഡിയൽ സൊല്യൂഷൻ എന്ത് ചെയ്യും? ഫോം ചെയ്യും. അതുകൊണ്ട് ആ കാര്യം മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് വരക്കാൻ പോവുക കേട്ടോ. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ A ഉണ്ടാവും, B ഉണ്ടാവും, സൊല്യൂട്ടും സോൾവെൻറ്റും ഉണ്ടാവും. ഓക്കെ, ആദ്യം ഇത് ഇവിടെ ടച്ച് ചെയ്യണം കേട്ടോ. ആക്ച്വലി ഇങ്ങോട്ട് ടച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, നോക്കിക്കോ. ഇതിന് കൈ ഈക്വൽ ടു 1 മീൻസ് എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് A ഈക്വൽ ടു 1 എന്നാണ്. അതായത് അവിടെ A മാത്രമേ ഉള്ളൂ, B ഇല്ല. ടോട്ടൽ മോൾ ഫ്രാക്ഷൻ 1 അല്ലേ? അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് A തന്നെ 1 മീൻസ് അതിൻ്റെ അടുത്ത് എന്താ? അവിടെ B ഇല്ല എന്നല്ലേ? അപ്പം അവിടെ A മാത്രമേ ഉള്ളൂ. A മാത്രമുള്ള സമയത്ത് Aയുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്ന പേരെന്താ മക്കളെ? പ്യുവർ A അല്ലേ? പ്യുവർ Aയുടെ വേപ്പർ പ്രഷർ എന്താ വിളിക്കുക? P0A എന്ന് വിളിക്കും. അതുകൊണ്ട് ഈ സമയത്തുള്ള വേപ്പർ പ്രഷർ ഓഫ് A ഞാൻ P0A ആയിട്ട് എടുത്തു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് Aയുടെ മോൾ ഫ്രാക്ഷൻ 1ൽ നിന്നും 0 പോകുമല്ലേ? അതായത് Aയുടെ മോൾ ഫ്രാക്ഷൻ കുറയുന്നുണ്ടല്ലോ. Aയുടെ മോൾ ഫ്രാക്ഷൻ കുറയുമ്പോൾ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ എന്താ? PA ഈക്വൽ ടു P0A ഇൻറ്റു കൈ അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൈ എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞ് 0 എത്തുന്നില്ലേ? അപ്പോൾ കയ്യെ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് P എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഗ്രാഫ് കുറഞ്ഞു ഈ പോയിന്റ് എത്തി. ഈ പോയിന്റിൽ കയ്യെ ഈക്വൽ ടു 0 കൈ 0 ആകുമ്പോൾ ഇയാൾ 0 ആയാൽ P എന്താവും? 0 ആവും. അപ്പോൾ ഈ സമയത്ത് പോയിന്റ് ഇവിടെ എന്ത് ചെയ്യണം? ടച്ച് ചെയ്യണം. ഇനി അടുത്തത് ഇവിടെ കൈ B1 കയ്യെ 0 അതാണ് B മാത്രമേ ഉള്ളൂ. B മാത്രമുള്ള സമയത്ത് ബിയുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്ന പേരെന്താ മക്കളെ? പ്യുവർ ബിയുടെ വേപ്പർ പ്രഷർ അല്ലേ? P0B. ഇങ്ങോട്ട് വരുന്ന സമയത്ത് B 0 ആയിട്ട് മാറുകയല്ലേ? അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് B കുറയുക. മോൾ ഫ്രാക്ഷൻ ഓഫ് B കുറയുമ്പോൾ PB കുറയൂലേ? PB ഈസ് ഈക്വൽ ടു P0B ഇൻറ്റു കൈ B നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ കൈ B കുറഞ്ഞ സമയത്ത് PB കുറഞ്ഞ് കൈ B 0 ആവുന്ന സമയത്ത് PB 0 ആവും. അപ്പോൾ ഈ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഗ്രാഫ്. അപ്പോൾ എന്ത് ലൈനായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ഇനി പിന്നെ P ടോട്ടൽ ചോദിക്കുകയാണെങ്കിൽ ഈ PAയും ഈ PBയും ഈ PAയും ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇത് ടോട്ടൽ കിട്ടൂലേ? ഈ ഒരു വാല്യൂയും ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഈ മൊത്തം വാല്യൂ കിട്ടുക. അതുകൊണ്ട് ഈ പോയിന്റിലൂടെ മാർക്ക് ചെയ്യുക. ഇനി ഇവിടുത്തെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? ഇവിടെ പോയിന്റ് കിട്ടുക. ആ പോയിൻ്റൊക്കെ കൂട്ടി വരക്കുമ്പോൾ മുകളിലൂടെ ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുക. അപ്പോൾ ലീനിയർ ഗ്രാഫാന്ന് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി പഠിക്കേണ്ട നോൺ ഐഡിയൽ സൊല്യൂഷനാണ്. എന്താ മക്കളെ നോൺ ഐഡിയൽ സൊല്യൂഷൻ? റൗൾസിൽ ഒബേ ചെയ്യാത്ത ആൾക്കാരെ വിളിക്കുന്ന പേരാ നോൺ ഐഡിയൽ സൊല്യൂഷൻ. അതിൽ 2 ഡീവിയേഷൻസ് ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, അതേപോലെ എന്ത് ഡീവിയേഷൻ ഉണ്ട് മക്കളെ? നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. എന്താ പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ ഒന്ന് പറയാൻ പറ്റുമോ? പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ എന്താ? ആദ്യം നമുക്ക് പോസിറ്റീവ് ഡീവിയേഷൻ പറയാം. പോസിറ്റീവ് ഡീവിയേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൗൾസിൽ ഒബേ ചെയ്യുന്ന ഗ്യാസ് ഐഡിയൽ സൊല്യൂഷൻ. ഈ ഐഡിയൽ സൊല്യൂഷന് പ്രഷർ ഉണ്ടാവുമല്ലോ, P ടോട്ടൽ ഈക്വൽ ടു PA + PB. അതിനേക്കാളും കൂടുതൽ പ്രഷർ നമ്മളെ സൊല്യൂഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാ പോസിറ്റീവ് ഡീവിയേഷൻ. ഇനി ഐഡിയൽ സൊല്യൂഷൻ കാണിക്കുന്ന പ്രഷറിനേക്കാളും കുറവ് പ്രഷർ കാണിക്കുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാ നെഗറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഐഡിയൽ കണ്ടില്ലേ എല്ലാം ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ. അതിനേക്കാളും കൂടുതലല്ലേ ഇവിടെ കൊടുത്തേ? അതിനെ പോസിറ്റീവ്, കുറവാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? നെഗറ്റീവ് എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് ആ ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഐഡിയൽ സൊല്യൂഷനേക്കാളും കൂടാൻ കാരണം? എൻ്റെ സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ നല്ല ഇൻട്രാക്റ്റഡ് ആണെങ്കിൽ
അവർ പെട്ടെന്ന് വേപ്പറായിട്ട് മാറുമോ? മാറൂല. ആ ഒരു ഇൻട്രാക്ഷൻ കുറവായി. സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ നല്ല ഇൻട്രാക്റ്റഡ് അല്ല എന്ന് വിചാരിക്കും. സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ നല്ല ഇൻട്രാക്റ്റഡ് അല്ല. അപ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ നല്ലൊരു ബന്ധമില്ലെങ്കിൽ അവർ പെട്ടെന്ന് വേപ്പറായിട്ട് മാറുമല്ലോ, വേപ്പറായിട്ട് മാറും. എത്രത്തോളം പെട്ടെന്ന് വേപ്പറായിട്ട് മാറും അത്രത്തോളം പ്രഷർ കൂടുമല്ലോ, പ്രഷർ കൂടും. അപ്പോൾ പ്രഷർ കൂടുതലുള്ളവർ, അതായത് ഐഡിയൽ സൊല്യൂഷനേക്കാളും പ്രഷർ കൂടുതലുള്ളവരാണെന്ത്? പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ പ്രഷർ കൂടാൻ കാരണം സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറഞ്ഞതുകൊണ്ടല്ലേ? ഈ ഇൻട്രാക്ഷൻ കുറഞ്ഞതുകൊണ്ടാണ് അവർ പെട്ടെന്ന് വേപ്പറായിട്ട് മാറിയത്. അതുകൊണ്ട് അവർ പ്രഷർ കൂടിയത്. അതുകൊണ്ട് സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറവാണ്. ആരെക്കാളും? സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷനേക്കാളും കുറവാണ് സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. അതുകൊണ്ട് അവർ പെട്ടെന്ന് വേപ്പറായിട്ട് മാറിയത്. അതുകൊണ്ടാണ് അവിടെ വേപ്പർ പ്രഷർ കൂടിയത്. അതുകൊണ്ടാണ് അവരെ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഡെഫിനിഷൻ എന്താ? സൊല്യൂട്ട് ഇൻട്രാക്ഷനേക്കാളും സോൾവെൻറ്റ് ഇൻട്രാക്ഷനേക്കാളും കുറവ് ഇൻട്രാക്ഷനാണ് സൊല്യൂട്ടും സോൾവെൻറ്റും എന്നുണ്ടെങ്കിൽ അവർ കാണിക്കുന്നതാണെന്ത്? പോസിറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് ഡീവിയേഷൻ എന്താ? ഡെഫിനിഷൻ എന്താ? ഐഡിയൽ സൊല്യൂഷൻ കാണിക്കുന്ന ആളുടെ പ്രഷറിനേക്കാളും കുറവ് പ്രഷറാണ്. എന്തുകൊണ്ടാണ് സൊല്യൂഷൻ്റെ പ്രഷർ കുറയാൻ കാരണം? സൊല്യൂട്ടും സോൾവെൻറ്റും നല്ല ഇൻട്രാക്റ്റഡ് ആയിരിക്കും. നല്ല ഇൻട്രാക്റ്റഡ് ആണെങ്കിൽ അവർ പെട്ടെന്ന് എന്താ ആവൂല മക്കളെ? ടെമ്പറേച്ചർ കൊടുത്താലും വേപ്പറായിട്ട് പെട്ടെന്ന് മാറൂല. അപ്പോൾ വേപ്പറിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അതുകൊണ്ട് വേപ്പർ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ അത് കുറയാനുള്ള കാരണം എന്താ? ഇവർ നല്ല പോലെ ഇൻട്രാക്റ്റഡാണ്. ഇപ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ ഇൻട്രാക്ഷനേക്കാളും കൂടുതലായതുകൊണ്ട് അവർ പെട്ടെന്ന് വേപ്പറായിട്ട് മാറൂല. വേപ്പർ പ്രഷർ കുറവായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാ നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ ആ ഡെഫിനിഷൻ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. ഇനി പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ അവർ ആ സൊല്യൂഷൻ ഉണ്ടായ സമയത്തുള്ള എനർജി ചേഞ്ച് പോസിറ്റീവായിരിക്കും, വോളിയത്തിൻ്റെ ചേഞ്ച് പോസിറ്റീവായി. ഒന്ന് ആലോചിച്ചാൽ മതി. നോക്കിക്കേ, സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ ഇൻട്രാക്ഷൻ കുറവല്ലേ? ഇപ്പോൾ ഇൻട്രാക്ഷൻ കുറയുമ്പോൾ അവർ എടുത്താണ് നിൽക്കുക, ദൂരമാണ് നിൽക്കുക? ഇൻട്രാക്ഷൻ കുറവല്ലടാ, അതുകൊണ്ട് എടുത്തു പോയി നിൽക്കും. ഇൻട്രാക്ഷൻ കുറവല്ലേ, അതുകൊണ്ട് ദൂരം പോയി നിൽക്കും. ദൂരം പോയി നിൽക്കുമ്പോൾ വോളിയം കൂടുതലല്ലേ ചെയ്യുക? അതുകൊണ്ട് ഡെൽറ്റ വി മിക്സിങ് എന്താ? പോസിറ്റീവ് വിളിക്കാം. നെഗറ്റീവ് ഡീവിയേഷൻ എന്താ? അവർ തമ്മിൽ ഇൻട്രാക്ഷൻ കൂടുതലാണ്. സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ ഇൻട്രാക്ഷൻ കൂടുതലാണ്. നല്ലപോലെ ഇൻട്രാക്റ്റഡ് ആകുമ്പോൾ എടുത്ത് നിൽക്കുമ്പോൾ വോളിയം ചെയ്യും? കുറയും. വോളിയം കുറയുന്നതുകൊണ്ട് ഡെൽറ്റ വി മിക്സിങ് എന്താവും? നെഗറ്റീവ് ആവും. പക്ഷേ നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഡെൽറ്റ വി മിക്സും ഡെൽറ്റ എച്ച് മിക്സും പോസിറ്റീവ്. നെഗറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ ഡെൽറ്റ വി മിക്സും ഡെൽറ്റ എച്ച് മിക്സും നെഗറ്റീവ് എന്ന് എന്ത് ചെയ്താൽ മതി? മക്കൾ പഠിച്ച് തന്നാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ. അതിനേക്കാളും പ്രഷർ കൂടുതലായിരിക്കും. കണ്ടില്ല, ഇതൊക്കെ കൂടുതലല്ലേ? ഈ ഡോട്ടഡ് ലൈൻ ഐഡിയലാണ്. അതിനേക്കാളൊക്കെ ഇവിടെ എന്താണ്? കൂടുതലാണ്. നെഗറ്റീവ് ഡീവിയേഷനോ? ഇതാണ് ഡോട്ടഡ് ലൈൻ. ഈ ഡോട്ടഡ് ലൈനേക്കാളും കുറവല്ല ഇവിടെ. ഈ ഡോട്ടഡ് ലൈനേക്കാളും കുറവല്ല ഇവിടെ. ഈ ഡോട്ടഡ് ലൈനേക്കാളും കുറവല്ല ഇവിടെ. അത് ലീനിയറും അല്ല കേട്ടോ, കേർവ്ഡ് ആണ്, ലീനിയർ അല്ല. നോൺ ലീനിയർ ഗ്രാഫ് ആയിരിക്കും കിട്ടുക രണ്ട് ഡീവിയേഷനും. പോസിറ്റീവ് ആണെങ്കിൽ കൂടുതലായിട്ട് നോൺ ലീനിയർ ഗ്രാഫ് വരയ്ക്കുക. നെഗറ്റീവ് ആണെങ്കിൽ ഐഡിയലിനേക്കാളും കുറവുള്ള നോൺ ലീനിയർ ഗ്രാഫ് വരച്ചാൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത എക്സാമ്പിൾ മക്കൾ നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യണം. പോസിറ്റീവ് ഡീവിയേഷൻ്റെ എക്സാമ്പിൾ ബൈ ഹാർട്ട് ചെയ്യണം. നെഗറ്റീവ് ഡീവിയേഷൻ്റെ എക്സാമ്പിളും ബൈ ഹാർട്ട് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. അസറ്റോണും ക്ലോറോഫോമും തമ്മിലൊരു ബന്ധമുണ്ട്. ക്ലോറോഫോം തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിനേക്കാളൊക്കെ കൂടുതലാണ് അസറ്റോണും ക്ലോറോഫോമും തമ്മിൽ. അപ്പം അവർ മിക്സ് ചെയ്യുന്ന സമയത്ത് ബന്ധം കൂടിയതുകൊണ്ട് അവർ നല്ല അടുത്തോട്ട് നിൽക്കും. അതുകൊണ്ട് അവർ നല്ല ഇൻട്രാക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് അവർ പെട്ടെന്ന് വേപ്പറായിട്ട് മാറൂല. അതുകൊണ്ട് വേപ്പർ പ്രഷർ കുറയും. പ്രഷർ ഐഡിയൽ സൊല്യൂഷനേക്കാളും കുറവാണെങ്കിൽ എന്ത് ഡീവിയേഷനാണ്? നെഗറ്റീവ് ഡീവിയേഷനാണ്. അതുകൊണ്ട് ഇതിൻ്റെ എക്സാമ്പിൾ ഇവർ തമ്മിൽ ബന്ധം കൂടാനുള്ള കാരണം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹൈഡ്രജൻ ബോണ്ടിങ് എഴുതി വെച്ചാൽ മതി. അസറ്റോണും ക്ലോറോഫോം തമ്മിൽ എന്തുകൊണ്ടാണ് ബന്ധം കൂടുതൽ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതി വെക്കണ്ടേ? ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അതിൻ്റെ റീസൺ. അത് മക്കൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇപ്പോൾ ബോർഡ് എക്സാമിന് ഇത്രയും മതി. ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതൊന്നും എൻട്രൻസിനാണ്. അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ബോർഡ് എക്സാം റിവിഷൻ നമ്മളിന്നിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കുക കേട്ടോ. നിർബന്ധമായിട്ടും പഠിക്കണേ. ഈ എക്സാമ്പിൾസ് ഒന്നും മക്കൾ ഇപ്പം എന്ത് ചെയ്യണ്ട? നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യണ്ട? നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഇതൊക്കെയാണ് പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്കാണ് പഠിക്കേണ്ടത് എന്ത്? അസിയോട്രോപ്പ്. എന്താ മക്കൾ അസിയോട്രോപ്പ് എന്ന് വെച്ചാൽ? ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ബീക്കർ ഉണ്ട്. എൻ്റെ ഒരു ബീക്കറിൽ എയും ഉണ്ട് ബി ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ എയും ഞാൻ ടെമ്പറേച്ചർ കൊടുത്തു. രണ്ടാൾ ഒരുമിച്ച് ബോയിൽ ചെയ്യൂടാ? എ ചെയ്യൂല. പൊതുവെ എങ്ങനെ ബോയിൽ ചെയ്യുക? എയുടെ ബോയിലിംഗ് പോയിൻ്റ് എത്തുമ്പം എ ബോയിൽ ചെയ്യും. ബിയുടെ ബോയിലിംഗ് പോയിൻ്റ് എത്തുമ്പോൾ ബിയും എന്ത് ചെയ്യും? ബോയിൽ ചെയ്യും. പക്ഷേ
ഞാൻ എനെയും ബീനെയും ഒരു 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 ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിൽ എടുത്തു. അതായത് ഫോർ എക്സാമ്പിൾ എനെ ഞാൻ 20%, ബി ഞാൻ 80% എടുത്തെന്ന് വിചാരിച്ചു. ഒരു ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ എടുത്തു. ആ ഫിക്സ്ഡ് പ്രൊപ്പോർഷനിൽ ഞാൻ ടെമ്പറേച്ചർ കൊടുത്തപ്പം എയുടെ ബോയിലിംഗ് പോയിൻ്റ് എത്തുമ്പോൾ എയും ബോയിൽ ചെയ്തില്ല, ബിയുടെ ബോയിലിംഗ് പോയിൻ്റ് എത്തുമ്പോൾ ബിയും ബോയിൽ ചെയ്തില്ല. അതിന് പകരം രണ്ടാളും കൂടി ഒരുമിച്ച് ഒരു ടെമ്പറേച്ചർ എത്തുമ്പോൾ രണ്ടാളും കൂടി ഒരുമിച്ച് ബോയിൽ ചെയ്തു. എടാ ഒരുമിച്ച് ബോയിൽ ചെയ്താൽ പിന്നെ എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? പൊതുവെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനൊക്കെ വെച്ചിട്ട് ഒരാളെങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക? എയുടെ ടെമ്പറേച്ചർ എത്തുമ്പോൾ എ ബോയിൽ ചെയ്യും, അപ്പോൾ എ ഞാൻ മാറ്റി വെച്ചു. പിന്നെ ബീന് ടെമ്പറേച്ചർ എത്തുമ്പോൾ ബി ബോയിൽ ചെയ്യും, ബീനെ മാറ്റി വെച്ചു. അങ്ങനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ രണ്ടാളും കൂടി ഒരുമിച്ച് ബോയിൽ ചെയ്താലോ? രണ്ടാളും കൂടി ഒരുമിച്ച് ബോയിൽ ചെയ്താൽ പിന്നെ എനെയും ബീനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു മിക്സ്ചറിനെ വിളിക്കുന്ന പേര് അസിയോട്രോപ്പിക് മിക്സ്ചർ എന്നുള്ളത്. അതായത് ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ ഞാൻ എനെയും ബീനെയും എടുത്താൽ അവർ രണ്ടാളും ഒരു ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? ബോയിൽ ചെയ്യും. ആ ഒരു മിക്സ്ചറിനെ വിളിക്കുന്ന പേരാ അസിയോട്രോപ്പിക് മിക്സ്ചർ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് മിക്സ്ചർ എന്നുള്ളത്. ഓക്കെ ആണല്ലോ. 2 ടൈപ്പ് അസിയോട്രോപ്പിക് മിക്സ്ചർ ഉണ്ട്. രണ്ടാൾ ഒരുമിച്ച് ബോയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ള പോയിന്റ് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. 2 ടൈപ്പ് അസിയോട്രോപ്പ് ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ട്. എടാ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഡെഫിനിഷൻ അറിയാം? ഫോർ എക്സാമ്പിൾ അതിൻ്റെ എക്സാമ്പിൾ പഠിക്കണം. എത്തനോളും വാട്ടറും. അതായത് അതിൻ്റെ ചുമ്മാ എത്തനോളും വാട്ടറും എടുത്താൽ പോരെ, ഒരു ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ എടുക്കണം. അതായത് 95% വോളിയം ഓഫ് എത്തനോൾ എടുക്കണം. ഇനി 95% വോളിയം ഓഫ് എത്തനോൾ നിങ്ങൾ എടുത്താൽ, എത്തനോൾ വാട്ടർ മിക്സ്ചർ എടുത്താൽ എത്തനോളും വാട്ടറും ഒരു ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യാം. എത്തനോളിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 351.3 വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 373. അപ്പോൾ അവർ ബോയിൽ ചെയ്ത് നോക്കിക്കുക, രണ്ടാളും കൂടി ഒരുമിച്ച് ബോയിൽ ചെയ്ത ടെമ്പറേച്ചർ എത്ര? 351.1. അതായത് എത്തനോളിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനേക്കാളും കുറവാണ് 351.1. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനേക്കാളും കുറവാണ് 351.1. അതായത് നിങ്ങളെ മിക്സ്ചറിലുള്ള രണ്ടാളുടെ ബോയിലിംഗ് പോയിൻറ്റിനേക്കാളും കുറവ് ബോയിലിംഗ് പോയിൻറ്റിലാണ് രണ്ടാളും കൂടി ഒരുമിച്ച് ബോയിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. നിങ്ങളുടെ കയ്യിൽ എത്തനോളും വാട്ടറും ഉണ്ട്. എത്തനോളിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിൻ്റെയും വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിൻ്റെയും കുറവ് ടെമ്പറേച്ചറിലാണ് രണ്ടാളും കൂടി ഒരുമിച്ച് ബോയിൽ ചെയ്തത്. അതിനെ പറയുന്ന പേരാണെന്ത്? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഓക്കെ. അപ്പോൾ ഈ എക്സാമ്പിൾ മക്കൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അതാണ് ഇവിടെ എഴുതി വെച്ച്. അറ്റ് ദി അസിയോട്രോപ്പ് കോമ്പോസിഷൻ their vapor pressure is highest and boiling point is minimum and it's lower than either of the component. അതായത് 2 കോമ്പണൻറ്റിൻ്റെയും ബോയിലിംഗ് പോയിൻറ്റിൻ്റെ കുറവ് ടെമ്പറേച്ചറിലാണ് രണ്ടാളും കൂടി ഒരുമിച്ച് ബോയിൽ ചെയ്യുക. അങ്ങനത്തെ വരെ വിളിക്കുന്ന പേരാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. മാക്സിമം എന്തായിരിക്കും മക്കളെ? എൻ്റെ എയും ബിയും ഉണ്ട്. എയുടെ ബോയിലിംഗ് പോയിൻറ്റ് 100 വിചാരിച്ചോ, ബിയുടെ ബോയിലിംഗ് പോയിൻറ്റ് 110 വിചാരിച്ചോ. രണ്ടാളും ബോയിൽ ചെയ്തത് 111 വിചാരിക്കും. അപ്പോൾ രണ്ടാളുടെ ബോയിലിംഗ് പോയിൻറ്റിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചറിൽ രണ്ടാളും കൂടി ഒരുമിച്ച് ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. എക്സാമ്പിൾ മക്കൾ പഠിക്കണം. നിങ്ങൾ 68% നൈട്രിക് ആസിഡും 32% വാട്ടറും എടുത്താൽ മതി. അപ്പോൾ നൈട്രിക് ആസിഡിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 359, വാട്ടറിൻ്റെ 373. പക്ഷേ രണ്ടാളും ബോയിൽ ചെയ്തപ്പോഴാണ്, രണ്ടാളും കൂടി ഒരുമിച്ചപ്പോഴാണ് ബോയിൽ ചെയ്തത് 393. അപ്പോൾ ഈ 393 ഇതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ 2 കോമ്പണൻസിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനേക്കാളും ടെമ്പറേച്ചർ കൂടുതലുള്ള ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അപ്പോൾ എക്സാമ്പിളും ഡെഫിനേഷനും മക്കൾ എന്ത് ചെയ്യുക? പഠിക്കുക. എക്സാമ്പിൾ നോക്കുമ്പം നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ് പൊതുവേ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഫോം ചെയ്യുക. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുക എന്നും കൂടി എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെച്ചോ. അതിന് റീസൺ ഉണ്ട്, പക്ഷേ റീസൺ നിങ്ങൾ ബോർഡ് എക്സാമിന് എന്ത് ചെയ്യൂല? ചോദിക്കൂല. അതുകൊണ്ട് അത് ഞാനിപ്പം പറയുന്നില്ല കേട്ടോ. ഈ പോയിന്റും പഠിക്കുക. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം രണ്ടാളും കൂടി ഒരുമിച്ച് ബോയിൽ ചെയ്താൽ പിന്നെ ഇങ്ങനെ സെപ്പറേഷൻ നടക്കുക? സെപ്പറേഷൻ നടക്കില്ല. ആ പോയിന്റ് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. അതായത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പറയാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ്. ഏതൊക്കെയെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, മറ്റൊന്ന് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, മറ്റൊന്ന് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റ്, മറ്റൊന്ന് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ പഠിക്കണം. എന്താ നമ്മളെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ? അതായത് നിങ്ങളുടെ കയ്യിലൊരു സോൾവെൻ്റ് ഉണ്ട്, അതിൽ സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനിലോട്ട് നിങ്ങൾ എത്രത്തോളം സൊല്യൂട്ടിനെ ആഡ് ചെയ്യുന്നുണ്ടോ
അപ്പോൾ സൊല്യൂട്ടിനെ ആഡ് ചെയ്യുന്ന സമയത്ത് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടുന്നുണ്ടല്ലോ. അപ്പോൾ സൊല്യൂട്ടിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളത്. അതായത് ദ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ, അതിനെ പറയുന്ന പേരാണ് എന്ത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ആ ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഓരോരോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്യണം, പഠിക്കണം. ആദ്യം പഠിക്കാനുള്ളതാണെന്ത്? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. മക്കളെ എളുപ്പമാണ്, നമ്മളത് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞതുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എൻ്റെ അടുത്ത് പ്യുവർ ആയിട്ടുള്ള എ ഉണ്ട്. അപ്പോൾ ആ എയുടെ ആ മുകളിൽ മൊത്തം ആരാ? ആ ഒരു സർഫസിൽ മൊത്തം എ ആണ്. ഞാൻ അങ്ങോട്ട് ബീനെ ആഡ് ചെയ്താലുള്ള പ്രശ്നം എന്താ മക്കളെ? ബീനെ ആഡ് ചെയ്ത സർഫസിൽ ഇപ്പോൾ എ മാത്രമല്ല ബിയും ഉണ്ടാകും. അപ്പോൾ സർഫസിലുള്ള മോളിക്യൂളാണ് ഇവാപ്പറേറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് പണ്ട് എ മാത്രമുള്ള സമയത്ത് എ മാത്രം ഇവാപ്പറേറ്റ് ചെയ്യുക. അതുകൊണ്ട് എയുടെ വേപ്പറിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അതുകൊണ്ട് എയുടെ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. എയുടെ വേപ്പർ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അങ്ങനെ ബീനെ ആഡ് ചെയ്താലുള്ള പ്രശ്നം, സർഫസിൽ ഇപ്പോൾ ബിയും വന്നു. അതുകൊണ്ട് സർഫസിൽ എയുടെ എമൗണ്ട് കുറച്ച് കുറഞ്ഞു എന്ന് പറയാം. അതുകൊണ്ട് എയുടെ ഇവാപ്പറേഷൻ കുറഞ്ഞു എന്ന് പറയാം. അതുകൊണ്ട് എയുടെ വേപ്പർ പ്രഷർ കുറഞ്ഞു എന്ന് പറയാം. അപ്പം വേപ്പർ പ്രഷർ കുറഞ്ഞല്ലോ. അപ്പം അതിന് പറയുന്ന പേരാ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. പണ്ട് എത്ര ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് എത്ര കുറഞ്ഞു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാ, റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്നുള്ളത്. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഒരു എ മാത്രമുള്ള സമയത്ത് ഞാൻ ബീനും കൂടി ആഡ് ചെയ്താൽ ആ ബി മോളിക്യൂൾ എ മോളിക്യൂളിനെ ചെറുതായിട്ട് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യുമെന്നും പറയാം. ചില സമയത്ത് അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആ അട്രാക്ഷൻ കാരണം എക്കും പെട്ടെന്ന് എന്തായിട്ട് മാറാൻ പറ്റൂല, മുകളിലോട്ട് പോയിട്ട് എന്താവാൻ പറ്റൂല, ബി മുകളിലോട്ട് പോയി വേപ്പർ ആവാൻ പറ്റൂല. കാരണം നിങ്ങൾ എൻ്റെ അടുത്തോട്ട് ബീനെ ആഡ് ചെയ്യുമ്പോൾ ബി ചെറുതായിട്ട് എനെ താഴോട്ട് അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് വേപ്പറായിട്ട് മുകളിലോട്ട് അയാൾക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് അയാളുടെ വേപ്പർ പ്രഷർ കുറഞ്ഞു എന്ന് പറയാം. എത്ര കുറഞ്ഞത്? അതിനെ പറയുന്ന പേരാ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ബീനെ അങ്ങോട്ട് ആഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം എയുടെ സർഫസിലുള്ള മോളിക്യൂൾ കുറയും. അതുകൊണ്ട് എയുടെ വേപ്പർ പ്രഷർ കുറയും എന്ന് പറയാമല്ലോ. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന ബിയുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ അനുസരിച്ചാണ് എയുടെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. അതിനെ പറയുന്ന പേരാ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്നുള്ളത്. അപ്പോൾ അതെന്ത് പ്രോപ്പർട്ടിയാണ്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇക്വേഷൻ നമുക്കറിയാം, പി എസ് ഈക്വൾ ടു P0A കൈ എ. പി എസ് ഈക്വൾ ടു P0A കൈ എക്ക് പകരം ഞാൻ ബീനെ ആഡ് ചെയ്തല്ലേ. അപ്പോൾ ബിയുടെ മോൾ ഫ്രാക്ഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ 1 - കൈ ബി എന്ന് എഴുതി വെച്ചു. ഞാൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കൈ ബിക്ക് ഒരു ഇക്വേഷൻ കണ്ടുകിട്ടി. അതായത് P0A - PA/P0A ഈക്വൾ ടു എന്ത് കിട്ടി? കൈ ബി കിട്ടി. ഇത് പ്യുവർ എയുടെ വേപ്പർ പ്രഷറാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് ബീനെ ആഡ് ചെയ്തപ്പോൾ അത് പ്യുവർ എ അല്ലല്ലോ, കാരണം എയുടെ കൂടെ ബിയും ഇല്ലേ. അപ്പോൾ ആ സമയത്തുള്ള എയുടെ വേപ്പർ പ്രഷറിനെ പറയുന്ന പേരാ PA എന്നുള്ളത്. അപ്പോൾ പണ്ട് 10 ഉണ്ടായിരുന്നു, സൊല്യൂഷൻ ആയ സമയത്ത് അതായത് എയുടെ കൂടെ ബിയും വന്നപ്പോൾ ഇപ്പോൾ 8 ഉള്ളൂ. അപ്പോൾ ഈ 10 - 8 കിട്ടിയ ഈ 2 ഉണ്ടല്ലോ, ഈ 2 ആക്ച്വലി എന്ത്? P0A - PA വാല്യൂ ഉണ്ടാവുക. ബൈ P0A ചെയ്താൽ അതായത് ഇനീഷ്യലി ഉള്ള പ്യുവർ എയുടെ വെച്ച് കമ്പയർ ചെയ്തിട്ട് എത്ര ഇതിനെ പറയുന്ന പേരെന്താണെന്നറിയാം? എത്ര കുറഞ്ഞു എന്നാണ്. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറാണ്. ഇനീഷ്യലി ഉള്ളതിനെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ എത്ര കുറഞ്ഞു, അതിനെ പറയുന്ന പേരാ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഇത് മൊത്തമാണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അതിനെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിളിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം പ്രോപ്പർട്ടി എന്ത് പ്രോപ്പർട്ടിയാണ്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ? അപ്പോൾ പ്യുവർ എയുടെ 10 പ്രഷർ 100 വിചാരിച്ചു. ഞാൻ അങ്ങോട്ട് ബീനെ ആഡ് ചെയ്തപ്പോൾ അയാളിപ്പോൾ സൊല്യൂഷൻ ആയല്ലോ. അപ്പോൾ സൊല്യൂഷനിലുള്ള എയുടെ പ്രഷർ, അതായത് പ്യുവർ എ മാത്രമുള്ള സമയത്തുള്ള പ്രഷറാണ് P0A. അത് 100 വിചാരിച്ചു. അങ്ങനെ സൊല്യൂട്ടിനെ ആഡ് ചെയ്തപ്പം പിന്നെ അവിടെ എ മാത്രമല്ലല്ലോ, അവിടെ കുറച്ച് ബി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് സൊല്യൂഷനായിട്ട് മാറിയല്ലോ. അപ്പോൾ സൊല്യൂഷനിലുള്ള എയുടെ പ്രഷറിന് ഒരു 80 വിചാരിച്ചു. അപ്പോൾ 100 - 80 ചെയ്യുമ്പോൾ ഒരു 20 കിട്ടുമല്ലോ. ആ 20 ഈ ടേം. ഓക്കെ? ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മക്കൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇതെന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടാണ്. അപ്പോൾ എത്രത്തോളം കുറയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടാണ്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്ത് പ്രോപ്പർട്ടിയാണ്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അത് മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് എന്ത്? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരാൾ എപ്പോഴാണ് ബോയിൽ ചെയ്യാന്ന് എല്ലാവർക്കും അറിയോ? ചിലപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. വാട്ടർ ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ വേപ്പർ പ്രഷറും
നമ്മൾ പുറത്തുള്ള റൂം അതായത് എക്സ്റ്റേണൽ പ്രഷർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താവണം, ഈക്വൽ ആവണം. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ റൂമിൻ്റെ ഈ ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ പ്രഷർ അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ ഇത്രയുണ്ടെന്ന് വിചാരിച്ചോ. ഇതെൻ്റെ വാട്ടറാട്ടോ. ഇപ്പം വാട്ടർ ഞാൻ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ പതുക്കെ വേപ്പർ ആവൂലേ? ആ വേപ്പർ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറാണല്ലോ വേപ്പർ പ്രഷർ. അപ്പോൾ ഞാൻ ഇത് വാട്ടറാണ്, അത് ഞാൻ ഹീറ്റ് ചെയ്തില്ല. പതുക്കെ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ വേപ്പറായിട്ട് അങ്ങ് മാറും. വേപ്പർ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറാണ് വേപ്പർ പ്രഷർ. അങ്ങനെ വേപ്പർ കൂടുമ്പോൾ വേപ്പർ പ്രഷറും കൂടും. അങ്ങനെ കൂടി ഈ വേപ്പർ പ്രഷർ എപ്പോഴാണോ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഈക്വൽ ആവുന്നത് ആ ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് ഈ വാട്ടർ എന്ത് ചെയ്യാൻ തുടങ്ങുക, ബോയിൽ ചെയ്യാൻ തുടങ്ങുക. ഇത് വാട്ടറാണ്, ഇത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, ഇത് വാട്ടറിൻ്റെ വേപ്പർ പ്രഷറാണ്. അപ്പോൾ വാട്ടറിന് ടെമ്പറേച്ചറും കൊടുക്കുമ്പോൾ വാട്ടർ വേപ്പറായിട്ടങ്ങ് മാറും. അപ്പോൾ വേപ്പർ കൂടുതൽ കിട്ടുമ്പോൾ വേപ്പർ പ്രഷർ കൂടും. അങ്ങനെ വേപ്പർ പ്രഷർ കൂടി വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ കൂടി ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഈക്വൽ ആകുമ്പോഴാണ് ഈ വാട്ടർ എന്ത് ചെയ്യുക, ബോയിൽ ചെയ്യുക. ഇത്രയും ഓക്കെയാണല്ലോ. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എത്തിയപ്പോഴായിരിക്കും ഇത് രണ്ടാളും ഈക്വൽ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് 100 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ എന്ത് ചെയ്യുന്നത്, ബോയിൽ ചെയ്യുന്നത്. ഞാൻ ഈ വാട്ടറിലോട്ട് സൊല്യൂട്ടിൻ ആഡ് ചെയ്താലുള്ള പ്രശ്നം എന്താ? നിങ്ങൾ പറഞ്ഞു ഒരു സൊല്യൂട്ടിൻ ആഡ് ചെയ്താൽ വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ കുറയും. അതാണ് നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞത് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്നുള്ളത്. അതായത് നിങ്ങളൊരു സോൾവെൻറ്റിലോട്ട് പക്ക പ്യുവറായിട്ടുള്ള സോൾവെൻറ്റിലോട്ട് ഒരു സൊല്യൂട്ടിൻ ആഡ് ചെയ്താൽ വേപ്പർ പ്രഷർ എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പം ആദ്യം ഇത്ര ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങോട്ട് ഒരു സൊല്യൂട്ടിൻ ആഡ് ചെയ്തപ്പം ഇയാളുടെ വേപ്പർ പ്രഷർ കൊണ്ട് കുറഞ്ഞു. അപ്പം ഞാൻ ഈ താഴെ നിൽക്കുന്ന വാട്ടറിൻ്റെ വേപ്പർ പ്രഷറിനെ ഈ മുകളിൽ എത്തിക്കേണ്ട ആദ്യം ഇങ്ങനെയായിരുന്നു. പെട്ടെന്ന് കുറച്ച് ടെമ്പറേച്ചർ കൊടുത്താൽ തന്നെ രണ്ടാളും ഈക്വൽ ആവും. പക്ഷേ ഞാൻ ഇങ്ങോട്ട് സൊല്യൂട്ടിൻ ആഡ് ചെയ്തതിന് ശേഷം ഇയാളുടെ വേപ്പർ പ്രഷർ കുറയും. നമ്മൾ തൊട്ട് മുമ്പുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ പഠിച്ചു, വേപ്പർ പ്രഷർ കൊണ്ട് കുറഞ്ഞു. അപ്പോൾ ഇത്രയും കുറഞ്ഞ ആളിന് ഇവിടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും, ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ബോയിലിംഗ് പോയിൻ്റ് കൂടിയതാണോ കുറഞ്ഞതാണോ മക്കളെ? ഒരു സൊല്യൂട്ടിൻ ആഡ് ചെയ്യുമ്പം ബോയിലിംഗ് പോയിൻ്റ് കൂടിയതാണ്. പണ്ട് കുറച്ച് ടെമ്പറേച്ചർ കൊടുത്താൽ തന്നെ രണ്ടും ഈക്വൽ ആവും, പെട്ടെന്ന് ബോയിലാവും. ഇപ്പം സൊല്യൂട്ടിൻ ആഡ് ചെയ്തതിന് ശേഷം ഇയാളുടെ വേപ്പർ പ്രഷർ താഴോട്ടാണ് കുറഞ്ഞു. അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ബോയിലിംഗ് പോയിൻ്റ് കൂടി. എത്ര ബോയിലിംഗ് പോയിൻ്റാണ് കൂടിയത്? എത്ര ബോയിലിംഗ് പോയിൻ്റാണ് കൂടിയത് എന്നുള്ള അതിനെ പറയുന്ന പേരാ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ്. എന്താ വിളിക്കുക? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ്. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ കേട്ടോ. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഞാൻ അങ്ങോട്ട് ആഡ് ചെയ്യുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ട് അല്ലേ. ഇവിടെ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് ഞാൻ മോൾ ഫ്രാക്ഷൻ ആയിട്ടല്ല എടുക്കുക, മൊളാലിറ്റി ആയിട്ട് എടുക്കണ്ടേ. എന്താ പഠിക്കുക? മൊളാലിറ്റി. അപ്പോൾ ഡെൽറ്റ ടി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി എന്ന് പറയാം. അപ്പോൾ ഡെൽറ്റ ടി ബി ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവരും. ആ കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേരാ കെ ബി എന്നുള്ളത്. അതായത് മോളാൽ എലവേഷൻ കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പോൾ കെ ബി ഇൻറ്റു മൊളാലിറ്റി കിട്ടി. ഡെൽറ്റ ടി ബി is equal to കെ ബി ഇൻറ്റു മൊളാലിറ്റി. നമ്മൾ ആൾറെഡി പറഞ്ഞതല്ലേ മക്കളെ. എന്താ മൊളാലിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. ഗ്രാമിലാണെങ്കിൽ ഇൻറ്റു 1000 വേണമെന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇതാണ് മാസ് ഓഫ് സോൾവെൻറ്റ്. ഗ്രാമിലാണെങ്കിൽ മുകളിൽ എന്ത് വേണം? ഇൻറ്റു 1000 വേണം. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. ഇതെന്താ നിങ്ങൾ ചോദിക്കരുത്, കാരണം മൊളാലിറ്റി നമ്മൾ ആൾറെഡി കുറേ തവണ എന്ത് ചെയ്തു, പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഇക്വേഷൻ. ഡെൽറ്റ ടി ബി എന്താ? എത്ര അതായത് വാട്ടർ നോക്കിക്കേ, വാട്ടർ പൊതുവെ എപ്പോഴാണ് ബോയിൽ ചെയ്യുക? 100 ഡിഗ്രി സെൽഷ്യസിലാണ്. പക്ഷേ ഞാൻ വാട്ടർ ഒരു സൊല്യൂഷനാക്കി മാറ്റി. അതായത് വാട്ടറിലോട്ട് ഞാനൊരു സൊല്യൂട്ടിനെ ആഡ് ചെയ്തു, അപ്പോൾ സൊല്യൂഷനായി. അപ്പോൾ അക്വ സൊല്യൂഷനായി. ആ അക്വ സൊല്യൂഷൻ 102 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്തതെന്ന് വിചാരിക്കുക. പൊതുവെ വാട്ടർ 100ലാണ് ബോയിൽ ചെയ്യുക. പക്ഷേ വാട്ടറിൻ്റെ അടുത്തോട്ട് ഞാൻ സൊല്യൂട്ടിൻ ആഡ് ചെയ്ത് വാട്ടറിന് ഒരു അക്വ സൊല്യൂഷനാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ 102 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ എലവേഷൻ എത്ര കൂടി? പൊതുവേ 100 ബോയിൽ ചെയ്യുക, പക്ഷേ സൊല്യൂഷനായ വാട്ടർ 102ലാണ് ബോയിൽ ചെയ്ത്. അപ്പോൾ എത്ര കൂടുതലാണ്? 2 കൂടുതലാണ്. ആ 2നെ പറയുന്ന പേരാണ് ആക്ച്വലി എന്ത്? ഡെൽറ്റ ടി ബി അല്ലെങ്കിൽ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്നുള്ളത്. ഓക്കെ ആണല്ലോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെ ചോദ്യം വരികയെന്നറിയോ? അതായത് ഞാൻ ഞാൻ സൊല്യൂട്ടിൻ ആഡ് ചെയ്തു, സൊല്യൂട്ടിൻ്റെ മാസും കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ തരും. അതിൻ്റെ വാട്ടറിൻ്റെ കെ ബിയും ക്വസ്റ്റ്യനിൽ തരും.
എന്നിട്ട് വാട്ടർ എപ്പോഴാണ് ബോയിൽ ചെയ്യാന്ന്, ആ സൊല്യൂഷൻ എപ്പോഴാണ് ബോയിൽ ചെയ്യാന്നാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡെൽറ്റ ടി പി കണ്ടുപിടിക്കുക. ഡെൽറ്റ ടി പി 5 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? നോർമലി വാട്ടർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചറിനേക്കാളും 5 കൂടിയെന്നാണ്. ഡെൽറ്റ ടി പി 10 കിട്ടിയാൽ നോർമലി വാട്ടർ ബോയിൽ ചെയ്യുന്നതിനേക്കാളും 10 കൂടിയെന്നാണ്. ഡെൽറ്റ ടി പി 5ഉം 10 കിട്ടൂല കേട്ടോ, ഒരു 0.2 0.3 ആ റേഞ്ചിലൊക്കെ കിട്ടാറുള്ളൂ പൊതുവേ കേട്ടോ. അപ്പോൾ 0.2 കിട്ടിയാലോ ഡെൽറ്റ ടി പി പൊതുവേ 100 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്യുക. പക്ഷേ സൊല്യൂഷൻ ആയതിനു ശേഷം 0.2 അതിനേക്കാളും കൂടിയെന്ന്. അപ്പോൾ 0.2 എന്ത് ചെയ്യുക? വാട്ടർ ബോയിൽ ചെയ്യുക. ആ കൺസെപ്റ്റൊക്കെ മക്കൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇനി ഗ്രാഫ് വെച്ചിട്ട് വേണമെങ്കിൽ പറയാം. എടാ ഇത് സോൾവെൻറ്റാ, ഇതാരാ? സൊല്യൂഷനാണ്. സോൾവെൻ്റ് എന്ന് പറയുമ്പോൾ പ്യുവർ വാട്ടർ മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും സോൾവെൻ്റ് മാത്രം. അവിടെ ഞാൻ സൊല്യൂട്ടിന് അങ്ങോട്ട് ആഡ് ചെയ്തിട്ടില്ല. ഇത് ടെമ്പറേച്ചറാണ് എക്സ് ആക്സിസ്, വേപ്പർ പ്രഷർ എന്താ? വൈ ആക്സിസ് ആണ്. എടാ ഒരാൾ എപ്പോഴാണ് ബോയിൽ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്ത്? അയാളുടെ വേപ്പർ പ്രഷറും അവിടുത്തെ എക്സ്റ്റേണൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വലായിട്ട് മാറുമ്പോഴാണ് ഒരാൾ ബോയിലിംഗ് നടക്കുക. എപ്പോഴും ഏത് സബ്സ്റ്റൻസും ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസിൻ്റെ വേപ്പർ പ്രഷറും അവിടുത്തെ എക്സ്റ്റേണൽ പ്രഷറും ഈക്വലായിട്ട് വന്നാലാണ് ഒരാൾ എന്ത് ചെയ്യുക? ബോയിൽ ചെയ്യുക എന്ന് മക്കൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നോക്കിക്കേടാ, ഇത് സോൾവെൻ്റ് ആട്ടോ. ഇത് എക്സ്റ്റേണൽ പ്രഷർ 1, അറ്റ്മോസ്ഫിയർ പ്രഷർ എത്ര? 1 atm. അപ്പോൾ സോൾവെൻ്റ് വേപ്പർ പ്രഷർ കൂടി 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 ഈ പോയിന്റിലാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് എന്തായിട്ടുള്ളത്? ഈക്വൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പോയിന്റിലാണ് സോൾവെൻറ്റ് ബോയിൽ ചെയ്യുക. ഈ പോയിന്റിലെ ടെമ്പറേച്ചർ നോക്കിക്കേ, താഴോട്ട് നോക്ക്. ഇതാണ് ഇയാളുടെ ബോയിലിംഗ് പോയിന്റ്, പ്യുവർ സോൾവെൻറ്റിൻ്റെ. ഇനി സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കൂടി 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 ഇവിടെ എത്തണ്ടേ? 1 atm എത്തണ്ടേ? സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കൂടി 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 ഈ പോയിന്റിലാണ് എന്തായിട്ടുള്ളത്? 1 atm എത്തിയിട്ടുള്ളത്. അപ്പോൾ 1 atm എത്തി ഈ പോയിന്റിലാണ് അയാൾ ബോയിൽ ചെയ്യുക. അപ്പോൾ അയാൾ ബോയിൽ ചെയ്ത ടെമ്പറേച്ചർ താഴോട്ട് നോക്കിക്കേ, താഴെയാണ് ടെമ്പറേച്ചർ, താഴോട്ട് നോക്കിക്കേ. അപ്പോൾ ഈ ടെമ്പറേച്ചറിലാണ് സൊല്യൂഷൻ ബോയിൽ ചെയ്തിട്ടുള്ളത്, ഈ ടെമ്പറേച്ചറിലാണ് സോൾവെൻറ്റ് ബോയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോൾവെൻ്റാണ് ആദ്യം ബോയിൽ ചെയ്യുക, പിന്നെ കുറച്ചും കൂടി ടെമ്പറേച്ചർ കൊടുത്താലേ സൊല്യൂഷൻ ബോയിൽ ചെയ്യുള്ളൂ. അപ്പോൾ എത്ര കൂടി? ഇതാണ് സോൾവെൻറ്റിൻ്റെത്, പ്യുവറിൻ്റെത്, ഇതാണ് സൊല്യൂഷൻ്റെത്. അപ്പോൾ എത്ര കൂടുതലാണ്? ഇത്രയും ഗ്യാപ്പ് കൂടുതലല്ലേ? ഈ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡെൽറ്റ ടി ബി. ഈ ഗ്യാപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പം അത്രയും കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യുക? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റെ കേസിൽ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. മക്കൾ ഇതൊക്കെ ഒരു റിവിഷൻ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞു പോകുന്ന കേട്ടോ. ബോർഡ് എക്സാമിന് വേണ്ടി ഇത്ര മതി, നോക്കിയാൽ മതി നിങ്ങൾ ആക്ച്വലി. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അതായത് വാട്ടർ പൊതുവെ എപ്പോഴാണ് ഫ്രീസ് ചെയ്യുക മക്കളെ? 0 ഡിഗ്രി സെൽഷ്യസിൽ. പ്യുവർ വാട്ടർ ആണെങ്കിൽ പൊതുവെ എപ്പോഴാണ് ഫ്രീസ് ചെയ്യുക? 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ഞാൻ ആ പ്യുവർ വാട്ടറിലോട്ട് കുറച്ച് സൊല്യൂട്ടിന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വാട്ടറിന് 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ചെയ്യൂല, ചിലപ്പോൾ -1 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഫ്രീസ് ചെയ്യുക. അതായത് 0നേക്കാളും 1 കുറവല്ലേ -1. അപ്പം എത്ര കുറവ്? ഇപ്പം എൻ്റെ വാട്ടർ ഫ്രീസ് ചെയ്യുക പൊതുവെ 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ഞാൻ ആ വാട്ടറിലോട്ട് സൊല്യൂട്ടിന് ആഡ് ചെയ്തതെന്ന് വിചാരിച്ചു, അതായത് വാട്ടറിന് അക്വ സൊല്യൂഷൻ ആക്കിയെന്ന് വിചാരിച്ചു. അക്വ സൊല്യൂഷൻ ഫ്രീസ് ചെയ്തത് -2 വിചാരിച്ചു. പൊതുവെ 0 ഫ്രീസ് ചെയ്യാറുള്ളത്, പക്ഷേ അക്വ സൊല്യൂഷൻ ആയ സമയത്ത് -2 ഫ്രീസ് ചെയ്ത്. അപ്പോൾ ഡിപ്രഷൻ എത്രയാണ് മക്കളെ? 2 കുറവ് അല്ലേ? 0 -2 മീൻസ് 0നേക്കാളും 2 കുറവല്ലേ -2. അപ്പോൾ ആ 2നെ പറയുന്ന പേരാണെന്ത്? ഡെൽറ്റ ടി എഫ്, അതായത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്നുള്ളത്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു? ബോയിലിംഗ് പോയിന്റ് കൂടാനുള്ള റീസൺ ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഫ്രീസിംഗ് പോയിന്റ് കുറയാനുള്ള കാര്യം? അത് എത്രത്തോളം ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു അതിന് പറയുന്ന പേരാ ഡെൽറ്റ ടി എഫ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്. എത്രത്തോളം ബോയിലിംഗ് പോയിന്റ് കൂടി അതിന് പറയുന്ന പേരാ ഡെൽറ്റ ടി ബി, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എന്തുകൊണ്ടാണ് ഫ്രീസിംഗ് പോയിന്റ് കുറയാൻ കാരണം? ആലോചിച്ചാൽ മതി. എടാ വാട്ടർ മോളിക്യൂൾ തമ്മിൽ അടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. കാരണം വാട്ടർ തമ്മിൽ എന്ത് ഫോം ചെയ്യാം? ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാം. അപ്പോൾ വാട്ടറിന് ഈ ഫ്രീസിങ് മീൻസ് എന്താ? വാട്ടർ മോളിക്യൂൾ അടുത്തടുത്ത് വന്ന് ഐസായിട്ട് മാറുന്നതാണ് ആക്ച്വലി ഫ്രീസിങ്. അതുകൊണ്ട് വാട്ടറിന് ആൾറെഡി അടുക്കാൻ താല്പര്യം ഉണ്ടാ. കാരണം എന്താ? വാട്ടർ തമ്മിൽ ചെറുതായിട്ട് എന്ത് ബോണ്ടിങ് ഉണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അപ്പം അവരെ നിങ്ങൾ അടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ പൊതുവെ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴാണ് ഒരാൾ അടുക്കുക കേട്ടോ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അവർ എക്സ്പാൻഷനാണ്, ടെമ്പറേച്ചർ കുറക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? പൊതുവെ അടുത്തോട്ട് വരിക. ഓക്കെ, അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കുറച്ചാലാണ് അയാൾ അടുക്കുക. അയാൾക്ക് ആൾറെഡി അടുക്കാൻ താല്പര്യമുണ്ട്. കാരണം എന്താ? അയാൾ തമ്മിൽ എന്ത് ബോണ്ടിങ്? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കുറച്ചാൽ തന്നെ അവരെന്ത് ചെയ്തോളും? നല്ലപോലെ അടുത്തോളും. പക്ഷെ ഞാൻ അങ്ങോട്ട് സൊല്യൂട്ടിന് ആഡ് ചെയ്താലുള്ള പ്രശ്നം എന്താ? വാട്ടർ മോളിക്യൂളിൻ്റെ ഇടയിലൂടെ സൊല്യൂട്ട് വന്നാൽ ആ ഹൈഡ്രജൻ ബോണ്ടിങ് എന്തായി പോവും? ഡിസ്റ്റേബ്ഡ് ആവും.
അതുകൊണ്ട് അവർക്ക് ഇനി സൊല്യൂട്ട് അതിൻ്റെ ഇടയിലൂടെ വന്നാൽ നല്ലപോലെ ഇനി എന്ത് നടക്കൂല, ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കൂല. അപ്പോൾ രണ്ട് വാട്ടർ മോളിക്യൂൾ തമ്മിൽ നല്ലപോലെ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ലെങ്കിൽ അവർക്ക് അടുക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അടുക്കാൻ താല്പര്യമില്ലാത്ത ആളെ അടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നല്ല പോലെ എന്ത് ചെയ്യേണ്ടി വരും, ടെമ്പറേച്ചർ കുറയ്ക്കേണ്ടി വരും. പൊതുവെ 0 ഡിഗ്രി സെൽഷ്യസിൽ അടുത്തോളും. പക്ഷേ സൊല്യൂട്ട് ആഡ് ചെയ്ത വാട്ടറിന് ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് 0 മതിയാവില്ല, -2 വീണ്ടും ടെമ്പറേച്ചർ കുറയ്ക്കേണ്ടി വരും. എത്ര ടെമ്പറേച്ചറാണ് കുറച്ചത്? അതിന് പറയുന്ന പേരാ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്. അതാണ് മക്കൾ പഠിക്കേണ്ടത്. അപ്പോൾ ΔTF പറയണമെന്നുണ്ടെങ്കിൽ സെയിം ΔTP പറഞ്ഞ പോലെ തന്നെ ΔTF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്തുകൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവരും, ആ KF. അതിനെ വിളിക്കുന്ന പേരാണ് ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്നൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ മോളാർ ഡിപ്രഷൻ ഫ്രീസിങ് പോയിന്റ് കോൺസ്റ്റൻറ്റ് എന്നൊക്കെ എന്ത് ചെയ്യാം, വിളിക്കാം. അപ്പോൾ ΔTF = KF × മൊളാലിറ്റി. ΔTF = KF × മൊളാലിറ്റി നേരത്തെ പറഞ്ഞു. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം, ഗ്രാമിലാണെങ്കിൽ × 1000 വേണം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കിട്ടി, ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇനി ഗ്രാമിലാണെങ്കിൽ × എന്ത് വേണം, 1000 വേണം. ഇതാണ് ΔTFൻ്റെ ഇക്വേഷൻ നമുക്കൊക്കെ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഇക്വേഷൻ പഠിക്കുക. എന്നിട്ട് നോക്കിക്കേ, ΔTF എപ്പോഴാണ് ഫ്രീസ് ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ΔTF കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനിൽ KF തന്നിട്ടുണ്ടാവും, സൊല്യൂട്ടിൻ്റെ ഗിവൺ മാസ് തന്നിട്ടുണ്ടാവും, മോളിക്കുലർ മാസ് ചിലപ്പോൾ നമുക്ക് അറിയുന്ന സൊല്യൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ മോളിക്കുലർ മാസ് ക്വസ്റ്റ്യനിൽ തരും, സോൾവെൻറ്റിൻ്റെ ഗിവൺ മാസ് ക്വസ്റ്റ്യനിൽ തരും, 1000 തരേണ്ട ആവശ്യമില്ല, നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. നമുക്ക് എന്ത് കിട്ടും, ΔTF കിട്ടും. ΔTF 1 കിട്ടി മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? പൊതുവേ വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് ഫ്രീസ് ചെയ്യുക. പക്ഷേ ഈ ഒരു സൊല്യൂഷൻ ആ 0നേക്കാളും 1 കുറവായിരിക്കുന്ന, അപ്പോൾ 0 -1 ചെയ്യാതെ എന്താ കിട്ടും, -1 ഫ്രീസ് ചെയ്യുക. ΔTF 2 കിട്ടി മീൻസ് അതിൻ്റെ അർത്ഥം എന്താ, -2 ഫ്രീസ് ചെയ്യുക. ΔTF 0.12 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ, -0.12 എന്ത് ചെയ്യുക, ഫ്രീസ് ചെയ്യുക. എത്ര കുറവാണെന്നാണ് ΔTFനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എത്ര കൂടുതലാണെന്നാണ് ΔTBനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. അടുത്ത ലാസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് മക്കളെ എന്ത്, ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ മനസ്സിലാവാൻ വേണ്ടി ആദ്യം ഓസ്മോസിസ് എന്താണെന്ന് പറയാം. മക്കൾ ഓസ്മോസിസ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിച്ചിരുന്നാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓസ്മോസാണ് പറയാൻ പോകുന്നത് കേട്ടോ, ഈ ഫിഗറിലൂടെ പറയാം. അവിടെ നോക്കിക്കേ, എൻ്റെ അടുത്തൊരു പ്യുവർ സോൾവെൻ്റ് ഉണ്ട്, ഒരു സൊല്യൂഷനുണ്ട്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ സോൾവെൻ്റ് മാത്രമല്ല സൊല്യൂട്ടും ഉണ്ടാവും. ഇവിടെ സോൾവെൻ്റ് മാത്രമേ ഉള്ളൂ. അവിടെ ആലോചിച്ചു, അവിടെ നമ്മൾ പൊതുവെ കോൺസെൻട്രേഷൻ പറയുക സൊല്യൂട്ടിൻ്റെ ടേമിലാണ് കേട്ടോ. സൊല്യൂട്ട് കൂടുതലാണെങ്കിൽ ഹയർ കോൺസെൻട്രേഷനും സൊല്യൂട്ട് കുറവാണെങ്കിൽ ലോവർ കോൺസെൻട്രേഷനും. അല്ലാണ്ട് സോൾവെൻറ്റ് കൂടുതൽ ഹയറും സോൾവെൻറ്റ് കുറവ് ലോവർ കോൺസെൻട്രേഷൻ എന്നല്ല പറയുക. സോൾവെൻറ്റ് വെച്ചിട്ടല്ല നമ്മൾ കോൺസെൻട്രേഷൻ പറയുക, പിന്നെ എന്ത് വെച്ചിട്ടാ, സൊല്യൂട്ടിനെ വെച്ചിട്ടാണ് പറയുക. സൊല്യൂട്ട് കൂടുതലാണെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ, സൊല്യൂട്ട് കുറവാണെങ്കിൽ ലോവർ കോൺസെൻട്രേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ ആരാ ഹയർ കോൺസെൻട്രേഷൻ? സൊല്യൂഷനിലാണ് സൊല്യൂട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് ഹയർ കോൺസെൻട്രേഷൻ എന്ന് പറയും, ഈ ഭാഗം ഹയർ കോൺസെൻട്രേഷൻ. അവിടെ സോൾവെൻറ്റ് മാത്രമല്ലേ ഉള്ളൂ, സൊല്യൂട്ട് ഇല്ലല്ലോ. അപ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല എന്ന് തന്നെ പറയാം, 0 എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഇതിനെ ലോവർ കോൺസെൻട്രേഷൻ എന്ന് പറയും, ലോവർ കോൺസെൻട്രേഷൻ എന്ന് പറയും. അപ്പോൾ സൊല്യൂട്ട് എവിടെയാണ് കൂടുതൽ? സൊല്യൂട്ട് ഇവിടെയാണ് കൂടുതൽ, ഇവിടെ സൊല്യൂട്ട് ഇല്ല. അപ്പോൾ സൊല്യൂട്ടിന് എവിടെ നിന്ന് എങ്ങോട്ട് പോകാൻ ടെൻഡൻസി ഉണ്ടാവുക? കൂടുതലുള്ള ഭാഗത്തു നിന്ന് കുറവുള്ള ഭാഗത്തോട് പോകാൻ ടെൻഡൻസി ഉണ്ടാവുക. പക്ഷേ അവിടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ടുണ്ട്. ഈ മെംബ്രെയിനിലൂടെ സൊല്യൂട്ട് പാർട്ടിക്കിൾ എന്ത് ചെയ്യൂല, കടത്തി വിടൂല. ഈ മെംബ്രെയിനിലൂടെ സോൾവെൻറ്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊരാളും അയാൾ എവിടെയാണോ കൂടുതലുള്ളത് അവിടെ നിന്നും കുറവുള്ള ഭാഗത്തോട്ട് ഏതൊരാളും പോവുക. അപ്പോൾ സൊല്യൂട്ട് കൂടുതൽ ഇവിടെ, അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ ടെൻഡൻസി ഉണ്ടാവുക. പക്ഷേ അവിടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടായതുകൊണ്ട് സൊല്യൂട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യൂല, പോവില്ല. സോൾവെൻറ്റ് എവിടെ നിന്ന് അങ്ങോട്ടാണ് പോവുക? സോൾവെൻറ്റ് എവിടെയാണ് കൂടുതൽ? അവിടെ നിന്ന് കുറവുള്ള ഭാഗത്തോട്ട്. സോൾവെൻറ്റ് കൂടുതൽ ഇവിടെ അല്ലടാ, സോൾവെൻറ്റ് കൂടുതലുള്ള ഭാഗം നമ്മൾ എന്തായിട്ട് എടുത്തത്, ലോവർ കോൺസെൻട്രേഷനാണ്. അപ്പോൾ ലോവർ കോൺസെൻട്രേഷനിലുള്ള സൈഡിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനുള്ള സൈഡിലോട്ട് സോൾവെൻറ്റിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. ആ മൂവ്മെൻറ്റിന് പറയുന്ന പേരാണെന്ത്, ഓസ്മോസിസ്. ദ മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ് ഫ്രം ലോവർ ടു ഹയർ കോൺസെൻട്രേഷനെ പറയുന്ന പേരാ ഓസ്മോസിസ്. ഈ ലോവർ കോൺസെൻട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന സോൾവെൻറ്റ് കുറവ് എന്നല്ല കേട്ടോ. കോൺസെൻട്രേഷൻ ഞാൻ പറഞ്ഞു സൊല്യൂട്ട് വെച്ചിട്ടാണ് പറയാം. സൊല്യൂട്ട് കുറവുള്ള കോൺസെൻട്രേഷനാണ് ലോവർ കോൺസെൻട്രേഷൻ. അതായത് ഇവിടെ സോൾവെൻറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ സോൾവെൻറ്റ് കൂടുതലുള്ള ഭാഗത്തുനിന്ന് കുറവുള്ള ഭാഗത്തോട്ട് തന്നെയാണ് വരുന്നത്.
പക്ഷേ സോൾവെൻറ്റ് കൂടുതലുള്ള ഭാഗത്തിന് പറയുന്ന പേര് ലോവർ കോൺസെൻട്രേഷൻ എന്നാണ്. അപ്പം ദ മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾ ഫ്രം ലോവർ ടു ഹയർ കോൺസെൻട്രേഷനെ പറയുന്ന പേരാ ഓസ്മോസിസ്. ഈ ഓസ്മോസിസ് എനിക്ക് തടയണം എന്ന് വിചാരിക്കും. തടയണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എത്രത്തോളം പ്രഷറിലാണ് വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സെയിം പ്രഷർ ഇങ്ങോട്ട് കൊടുത്താൽ പിന്നെ ഇവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് എന്ത് ചെയ്യൂല, വരൂല. അപ്പോൾ ഓസ്മോസിസ് തടയാൻ എത്രത്തോളം പ്രഷർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കണോ ആ പ്രഷറിനെ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്, ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ളത്. വെള്ളം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരിക സെമി പെർമനന്റ് മെംബ്രേനിലൂടെ. അങ്ങനെ വെള്ളം ഇങ്ങോട്ട് വരാണ്ട് നിൽക്കാൻ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എത്രമാത്രം പ്രഷർ കൊടുക്കണോ അതിനെ വിളിക്കുന്ന പേരാ ഓസ്മോട്ടിക് പ്രഷർ. ആ ഓസ്മോട്ടിക് പ്രഷർ എന്ത് പ്രോപ്പർട്ടിയാണ്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ആ ഓസ്മോട്ടിക് പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്താണെന്ന് അറിയുന്നത് മൊളാരിറ്റിയാണ്. അതിൽ പ്രൊപ്പോർഷണൽ എന്താ, മൊളാരിറ്റി. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കാൻ ഒരു കോൺസ്റ്റൻറ്റിന് കൊണ്ടുവരും, ആർ ടി എന്ന് വിളിക്കും. എന്ത് വിളിക്കും, ആർ ടി എന്ന് വിളിക്കും. എടാ മൊളാരിറ്റി എന്താ, നമ്പർ ഓഫ് മോൾ ബൈ വോളി അല്ലേ, നമ്പർ ഓഫ് മോൾ ബൈ വോളി അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് മോൾ ബൈ വോളിയത്തിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, നമ്പർ ഓഫ് മോൾ ബൈ വോളിയത്തിന് പറയുന്ന പേര് തന്നെയാണ് കോൺസെൻട്രേഷൻ. നമ്പർ ഓഫ് മോൾ ബൈ എൻ ബൈ വിന്ന് പറയുന്ന പേര് കോൺസെൻട്രേഷനാണ്. അപ്പോൾ മൊളാരിറ്റി പകരം എനിക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, കോൺസെൻട്രേഷൻ ഇൻറ്റു ആർ ടി എന്ന് കൊടുക്കാം. ആർ എന്താ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ എന്താ, ലിറ്റർ ATMലൊക്കെ ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്താ, 8.2 × 10⁻². ലിറ്റർ ബാറിലൊക്കെ ആണെങ്കിൽ 8.3 × 10⁻². ഇനി ജൂളിലൊക്കെ ആണെങ്കിൽ 8.314. കലോറിയിലാണെങ്കിലോ 8. അതൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ ആണല്ലോ. ഇനി പറയേണ്ട കാര്യം ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക്. എൻ്റെ അടുത്തൊരു റെഫറൻസ് ആയിട്ടൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ്റെ സെയിം ഓസ്മോട്ടിക് പ്രഷർ തന്നെ മറ്റൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കും, ഐസോട്ടോണിക് എന്ന് വിളിക്കും. സെയിം ഓസ്മോട്ടിക് പ്രഷറുള്ള രണ്ട് സൊല്യൂഷൻ വിളിക്കുന്ന പേരാ ഐസോട്ടോണിക്. എൻ്റെ റെഫറൻസിന് എടുത്ത സൊല്യൂഷനേക്കാളും ഓസ്മോട്ടിക് പ്രഷർ കൂടുതലുള്ളൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ വിളിക്കുന്ന പേരാ ഹൈപ്പർട്ടോണിക്. എൻ്റെ റെഫറൻസിന് എടുത്ത സൊല്യൂഷനേക്കാളും കുറവ് ഓസ്മോട്ടിക് പ്രഷറാണ് ഞാൻ എടുത്ത സൊല്യൂഷൻ എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. അത് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി റിവേഴ്സ് ഓസ്മോസിസാണ് പഠിക്കാനുള്ളത്. എന്താ മക്കളെ റിവേഴ്സ് ഓസ്മോസിസ്? ഓസ്മോസിസ് എവിടെ നിന്ന് എങ്ങോട്ടാ, പ്യുവർ ഫ്രഷ്, ഇത് ഫ്രഷ് വാട്ടർ മീൻസ് സോൾവെൻറ്റ് മാത്രം. ഇതെന്താ, സാൾട്ട് വാട്ടർ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എവിടെ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് പോവുക, ഓസ്മോസിൻ്റെ ഡയറക്ഷൻ പറ. ഓസ്മോസിസ് കൂടുതൽ വെള്ളമുള്ള ഭാഗത്തു നിന്ന് കുറച്ചുള്ള വെള്ളമുള്ള ഭാഗത്തോട്ട്. കൂടുതൽ വെള്ളം മീൻസ് സോൾവെൻറ്റാണ് കൂടുതൽ, അപ്പോൾ സൊല്യൂട്ട് കുറവാണ്. സൊല്യൂട്ട് കുറവുള്ള ഭാഗം എന്താ, ലോവർ കോൺസെൻട്രേഷൻ. അപ്പോൾ ലോവർ കോൺസെൻട്രേഷനുള്ള ഭാഗത്തു നിന്ന് ഹയർ കോൺസെൻട്രേഷനുള്ള ഭാഗത്തോട്ടാണ് ഓസ്മോസിസ് നടക്കുക. ഇത് നടക്കാണ്ടിരിക്കാൻ ഇതിന് ഈ ഇങ്ങോട്ട് എത്രത്തോളം പ്രഷറാണ് എക്സേർട്ട് ചെയ്യുന്നത് അതിൻ്റെ സെയിം പ്രഷർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്താൽ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യും. ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരെന്താ, ഓസ്മോട്ടിക് പ്രഷറാണ്. അപ്പോൾ ഇങ്ങോട്ട് ഞാൻ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ കൊടുത്താലോ, ഇപ്പോൾ ഇങ്ങോട്ടുള്ള പ്രഷർ സെയിം ആയതുകൊണ്ട് വെള്ളം അങ്ങോട്ടും പോവില്ല. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലായിട്ട് കൊടുത്താലോ വെള്ളം എന്ത് ചെയ്യാൻ തുടങ്ങും, ഓസ്മോസിസ് ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെള്ളം വരാൻ തുടങ്ങും. അതായത് അതിനെ പറയുന്ന പേരാ റിവേഴ്സ് ഓസ്മോസിസ്. അപ്പോൾ റിവേഴ്സ് ഓസ്മോസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ, ഓസ്മോസിൻ്റെ എങ്ങോട്ടാ, ലോവർ കോൺസെൻട്രേഷന് ഹയറിലോട്ട്. അപ്പോൾ റിവേഴ്സ് ഓസ്മോസിൻ്റെ എന്തായിരിക്കും, ഹയർ കോൺസെൻട്രേഷന് ലോവറിലോട്ട്. ആ ഡയറക്ഷൻ എന്തായാലും പഠിക്കണം. ഓസ്മോസിസ് ലോവർ കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷനിലോട്ടാണെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് ഹയർ കോൺസെൻട്രേഷന് ലോവർ കോൺസെൻട്രേഷനിലോട്ട്. ഓക്കെ, അതായത് ഹയർ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പം സാൾട്ട് വാട്ടറിലല്ല കുറേ ഉപ്പുണ്ടാവുക, അപ്പോൾ ഇതാണ് ഹയർ കോൺസെൻട്രേഷൻ. ലോവർ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഫ്രഷ് വാട്ടർ, അവിടെ സോൾവെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാൾട്ട് വാട്ടറിലുള്ള നല്ല വെള്ളമൊക്കെ എന്ത് ചെയ്യും, ഫ്രഷ് വാട്ടറിലോട്ട് വരും. ഇപ്പോൾ ഫ്രഷ് വാട്ടറിൽ ഫുള്ള് നല്ല ഫ്രഷ് വാട്ടർ ആയിരിക്കും. സാൾട്ട് വാട്ടറിലുള്ള നല്ല വെള്ളമൊക്കെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ പിന്നെ ആര് മാത്രം ബാക്കിയാവും, സാൾട്ട് മാത്രം ബാക്കിയാവും. ഈ പ്രോസസ് എന്താ മക്കളെ, ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ അല്ലേ. സീ വാട്ടറിൽ കുറേ ഉപ്പുണ്ട്, അപ്പോൾ ഉപ്പ് വെള്ളത്തിലുള്ള വെള്ളം മൊത്തം ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ മൊത്തം ഫ്രഷ് വാട്ടർ ആയിരിക്കും, ഇവിടെ മൊത്തം ആരായിട്ട് ബാക്കിയാവും, ഉപ്പായിട്ട് ബാക്കിയാവും. അപ്പോൾ ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ്. അതൊക്കെയാണ് നമ്മൾ വാട്ടർ പ്യൂരിഫയറിലൊക്കെ എന്ത് ചെയ്യാറുള്ളത്, ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഡീസലൈനേഷൻ ഓഫ് വാട്ടറിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, റിവേഴ്സ് ഓസ്മോസിസ് എന്നുള്ള ടെക്നോളജി എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ലാസ്റ്റ് ടോപ്പിക്കാണ് ആക്ച്വലി എന്ത്, വാൻ ഹോഫ് ഫാക്ടർ. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റിലൊക്കെ മക്കൾ നമ്മൾ ഇത് നോക്കിക്കേ, നമ്മളിപ്പോൾ കുറേ ഇക്വേഷൻ പഠിച്ചല്ലോ. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ഇക്വേഷൻ പറഞ്ഞേ, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ഇക്വേഷൻ മക്കളൊന്ന് പറഞ്ഞേടാ. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ഇക്വേഷൻ പറ. എന്താ പഠിച്ചേ,
അതായത് P0A മൈനസ് PA/P0A ഈക്വൽ ടു Chi B എന്ന് മക്കൾ പഠിച്ചു. ഇനി എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഇക്വേഷൻ പറയാം. ഡെൽറ്റ ടി ബി സി ഈക്വൽ ടു എന്ത് പഠിച്ചു? KB ഇൻറ്റു മൊളാലിറ്റി എന്ന് പഠിച്ചു. ഡെൽറ്റ ടി എഫിൻ്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? KF ഇൻറ്റു മൊളാലിറ്റി എന്ന് പഠിച്ചു. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? കോൺസെൻട്രേഷൻ ഇൻറ്റു RT എന്ന് പഠിച്ചു. ഞാൻ പറഞ്ഞു ഇതെല്ലാം എന്ത് പ്രോപ്പർട്ടിയാണ് മക്കളെ? കോളിഗേറ്റീവ് പ്രോപ്പർട്ടികളാണ്. അപ്പോൾ ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിന് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അവിടെ ഞാൻ ആക്ച്വലി ഒരു മോൾ NaCl എടുത്തു. എന്തെടുത്തു? ഒരു മോൾ NaCl എടുത്തു. ഒരു മോൾ NaCl വാട്ടറിലോട്ട് ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക? ഒരു മോൾ പാർട്ടിക്കിൾ ഉണ്ടെന്നല്ല വിചാരിക്കുക. കാരണം ഒരു മോൾ NaCl മീൻസ് ഒരു മോൾ NaCl അല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ ഒരു മോൾ പാർട്ടിക്കിൾ ഉള്ളതെന്നാണ് നമ്മൾ പൊതുവെ വിചാരിക്കുക. പക്ഷേ ഈ NaCl നിങ്ങൾ വാട്ടറിലോട്ട് സോൾവെൻറ്റിലോട്ടൊക്കെ ആഡ് ചെയ്താൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായിട്ട് മാറുന്നുണ്ട്? ഒരു മോൾ Na+ഉം ഒരു മോൾ Cl- ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ഒരു മോൾ NaCl എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവിടെ ഒരു മോൾ പാർട്ടിക്കിളേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഒരു മോൾ NaCl നിങ്ങൾ വാട്ടറിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഒരു മോൾ NaCl ഒരു മോൾ Na+ഉം ഒരു മോൾ Cl- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി അവിടെ എത്ര ആൾക്കാരുണ്ട്? ആക്ച്വലി 2 ആൾക്കാരില്ലേ? Na+ഉം Cl- ഇല്ല. നമ്മൾ ഒരാൾ വെച്ചിട്ടാണ് എല്ലാ കാൽക്കുലേഷനും ചെയ്തത്. പക്ഷേ ആക്ച്വലി ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 2 പേരുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്ത ഇക്വേഷൻ നമ്മളെല്ലാം ഒന്ന് വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ 2 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കിട്ടിയ ആൻസറിനെ കൊണ്ട് എപ്പോഴും അവിടെ എന്ത് കൊടുക്കണം? *2 കൊടുക്കണം. ആ 2നെ പറയുന്ന പേരാ മക്കളെ എന്ത്? വാൻ ഹോഫ് ഫാക്ടർ, അതായത് I എന്ന് പറയും. അപ്പോൾ *I**I**I**I. അതുകൊണ്ട് എല്ലാ ഇക്വേഷനിലും അവിടെ എന്ത് വേണം? ഇനി മുതൽ നിങ്ങൾ ആഡ് ചെയ്യണം? നമ്മൾ കറക്റ്റ് ചെയ്യണം. എന്താ കറക്ഷൻ? ആ കറക്ഷനെ വിളിക്കുന്ന പേരാ വാൻ ഹോഫ് കറക്ഷൻ, അല്ലെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ എന്ന് വിളിക്കാം. അപ്പോൾ ഐനെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇനി ഫോർ എക്സാമ്പിൾ MgCl2 എന്ന് വിചാരിച്ചോ. MgCl2 നമ്മൾ വിചാരിക്കും ഒരു മോൾ MgCl2 നമ്മളെന്താ വിചാരിക്കുക? ഒരു മോൾ MgCl2 പാർട്ടിക്കിൾ ഉണ്ടെന്നാണ് വിചാരിക്കുക. പക്ഷേ സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്താൽ MgCl2 എന്തായിട്ട് മാറും? Mg2+ഉം 2 Cl- കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഇയാളുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 1 ആണെങ്കിൽ, അതായത് ഒന്നെടുത്താൽ 1 ഡിസോസിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ 3 കിട്ടുക, 3 പാർട്ടിക്കിളാണ് കിട്ടുക. പക്ഷെ നമ്മൾ 1 വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? 3 വെച്ചിട്ട് ചെയ്യണം. ഓക്കെ. നോൺ ഇലക്ട്രോലൈറ്റ് ഉണ്ട്, അതായത് ഗ്ലൂക്കോസ്, സുക്രോസ്, ഷുഗർ, അവരൊക്കെ അങ്ങനത്തെ ആൾക്കാരൊക്കെ, യൂറിയ, അവരൊക്കെ, ഫ്രക്ടോസ്, അവരൊക്കെ അവരൊന്നും ഡിസോസിയേറ്റ് ചെയ്യൂല. ഒന്നെടുത്താൽ 1 തന്നെ കിട്ടുക. അതുകൊണ്ട് അവരെ I ഫാക്ടർ 1. അതുകൊണ്ട് ഇവിടെ 1 കൊടുക്കുക, അല്ലെങ്കിൽ 1 കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പം നോൺ ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ I = 1, ഡിസോസിയേറ്റ് ചെയ്യൂല. പക്ഷേ ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലൊക്കെ അവർ ഡിസോസിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, NaCl കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ 2, MgCl2 ആണെങ്കിൽ 3, AlCl3 ആണെങ്കിൽ ഒരു Al3+ഉം 3 Cl-, അപ്പോൾ ടോട്ടൽ എത്ര ആവണം? 4 കിട്ടും. ഓക്കെ. ചില ആൾക്കാർ ഡിസോസിയേറ്റ് ചെയ്യുന്നവർ മാത്രമല്ല കേട്ടോ, അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ബെൻസീനിൽ ഒരു ബെൻസോയിക് ആസിഡിന് എടുത്തു. ബെൻസോയിക് ആസിഡ് കേട്ടോ, പുതിയ പേജിൽ ചെയ്യാം. ഒരു മിനിറ്റ്. ബെൻസോയിക് ആസിഡ് എടുത്തു മക്കളെ. ബെൻസോയിക് ആസിഡ് ആരാണെന്നറിയോ? ഇതാണ് ബെൻസോയിക് ആസിഡ്, C6H5COH. 2 എടുത്തു, 2 ബെൻസോയിക് ആസിഡ് എടുത്തു. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? അവിടെ 2 ബെൻസോയിക് ആസിഡ് ഉണ്ടെന്നാണ്. പക്ഷെ അവർ സൊല്യൂഷനിൽ അവരെന്താ ചെയ്യാമെന്നറിയോ? ആക്ച്വലി സൊല്യൂഷനിൽ ബെൻസോയിക് ആസിഡ് ആക്ച്വലി എന്താ ചെയ്യാമെന്നറിയോ മക്കളെ? 2 ആൾ ഒരുമിച്ച് നിൽക്കും. അതായത് ഇതാണ് ബെൻസോയിക് ആസിഡ് കേട്ടോ. ഇവർ തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും, ഇവർ തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കുന്നത് എന്താ? 2 ബെൻസോയിക് ആസിഡ് എടുത്തു എന്നല്ലേ. പക്ഷേ ഈ 2 ബെൻസോയിക് ആസിഡും കൂടിയും ബെൻസീൻ എന്നുള്ള വാട്ടറിലല്ല, ബെൻസീൻ എന്നുള്ള സോൾവെൻറ്റിൽ ഇവർ അസോസിയേറ്റ് ചെയ്യുക. ഡിസോസിയേഷൻ അല്ല, അസോസിയേഷനാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ? 2 ആൾക്കാരുണ്ട് എന്നാണ്. പക്ഷേ ആക്ച്വലി എത്ര ആൾക്കാരേ ഉള്ളൂ? അവർ അസോസിയേറ്റ് ചെയ്യുമ്പം ഒറ്റ ആളായിട്ട് അവർ നിൽക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ എന്താ? പകുതിയായി കുറഞ്ഞു. 2 വിചാരിച്ചു, പക്ഷെ 1 ഉള്ളൂ. പകുതിയായില്ലേ? അപ്പോൾ ഇവിടുത്തെ I ഫാക്ടർ എന്താ മക്കളെ? പകുതിയാണ്, അതായത് 1/2. അപ്പോൾ വാൻ ഹോഫ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആഫ്റ്റർ ഡിസോസിയേഷൻ, ഇവിടെ ഡിസോസിയേഷന് ശേഷം 2 ആൾക്കാരാണ്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബിഫോർ ഡിസോസിയേഷൻ. ഡിസോസിയേഷന് മുന്നേ ഒരാളാണ്, ആഫ്റ്റർ 2 ആളാണ്. അപ്പോൾ 2/1 എന്ത് കിട്ടി? 2 കിട്ടി. ഇതോ ആഫ്റ്റർ ഡിസോസിയേഷൻ 3 ആൾക്കാരാണ്, അപ്പോൾ 3. ബിഫോർ ഡിസോസിയേഷൻ ഒരാളാണ്, അപ്പോൾ 3/1. അപ്പോൾ എന്ത് കിട്ടി? 3 കിട്ടി. അസോസിയേഷൻ കേസിലും സെയിം ഡെഫിനിഷനാണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആഫ്റ്റർ അസോസിയേഷൻ ബൈ
നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബിഫോർ അസോസിയേഷൻ. അസോസിയേഷന് ശേഷം എത്ര ആളാണ്? ഒരാളാണ്. അസോസിയേഷന് മുന്നേ എത്ര ആളാണ്? 2 ആളാണ്. അപ്പോൾ എന്ത് കിട്ടും? 1/2 കിട്ടും. ഓക്കെ, ഇതൊക്കെ എന്താണെങ്കിൽ എന്നറിയോ? ആൽഫ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താ ആൽഫ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. എത്രത്തോളം ഡിസോസിയേറ്റ്, അതായത് ഒന്നെടുത്താൽ എത്ര ഡിസോസിയേറ്റ് ചെയ്ത് പോകും, അതാണ് ആൽഫ. അപ്പോൾ ഇവിടെ ഒന്നെടുത്താൽ മൊത്തം ഡിസോസിയേറ്റ് ചെയ്ത് പോകും, അതിനെ പറയുന്ന പേരാണെന്ത്? അപ്പോൾ ആൽഫ ഈക്വൽ ടു 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ്ലി ഡിസോസിയേഷനാണ്. അതായത് ഇത് മൊത്തം ഡിസോസിയേറ്റ് ചെയ്യും. Na+Cl- ആയിട്ട് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്ത് പോകും. പക്ഷേ ആൽഫ അപ്പോൾ 1 ആവണമെന്നില്ല. ചിലപ്പം പാർഷ്യലി ഡിസോസിയേഷൻ നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഒന്നെടുത്താൽ ഒന്നിനെ ഡിസോസിയേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ആൽഫ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഐ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഐ ഈക്വൽ ടു എന്താ? 1 - ആൽഫ പ്ലസ് n ആൽഫയാണ്. ഓക്കെ, അപ്പം ആൽഫ ക്വസ്റ്റ്യനിൽ തരും. ആൽഫ 0.3 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ 1 - 0.3 പ്ലസ് n എന്താ മക്കളെ? NaCl n എന്താ? NaCl സ്പ്ലിറ്റ് ചെയ്താൽ 2 Na+Cl- കിട്ടൂലേ? അപ്പോൾ 2 അയോൺ കിട്ടൂലേ? അപ്പോൾ n ഇവിടെ 2 എന്ന് കൊടുത്താൽ മതി. MgCl2 n എന്താ? 3 കാരണം കംപ്ലീറ്റ്ലി സ്പ്ലിറ്റ് ഡിസോസിയേറ്റ് ചെയ്താൽ Mg2+ കിട്ടും, 2 Cl- കിട്ടും. അപ്പോൾ n ഈക്വൽ ടു എന്താ? 2 Cl- ഒരു Mg2+. അപ്പോൾ n 3 കൊടുക്കുക. അപ്പോൾ n ഇവിടെ 3 കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ആൽഫ 1 ആണെങ്കിൽ നോക്കിക്കേടാ, NaCl നമുക്ക് നോക്കാം. 1 - ആൽഫ 1 പ്ലസ് n എത്രയാടാ? NaCl 2 അയോൺ അല്ലേ? Na+Cl-. അപ്പോൾ 2 കിട്ടി. ആൽഫ 1 അല്ലേ? 2 × 1. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ? 1 - 1 0, 2 × 1 2. അപ്പോൾ എന്ത് കിട്ടി? 2 കിട്ടി. കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണെങ്കിൽ അത് ആൽഫയ്ക്ക് 1 കൊടുത്താൽ മതി. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും ആൽഫ 0.3 ആണെന്നൊക്കെ. അപ്പോൾ എന്ത് ചെയ്യും? ആൽഫയ്ക്ക് ഇവിടെ 0.3 എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻ മക്കൾ പഠിച്ചു വെക്കുക. അസോസിയേഷൻ ആണെങ്കിൽ ഐ ഈക്വൽ ടു 1 - ആൽഫ പ്ലസ് ആൽഫ ബൈ n. ഡിസോസിയേഷൻ n ആൽഫ 1 - ആൽഫ പ്ലസ് n ആൽഫ. അസോസിയേഷൻ ആണെങ്കിൽ 1 - ആൽഫ പ്ലസ് ആൽഫ ബൈ n കൊടുത്താൽ മതി. അപ്പോൾ ആ കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി പഠിക്കേണ്ട കാര്യം, എടാ ഈ ഐ കൂടിയാൽ, ഡിസോസിയേഷൻ കൂടിയാൽ, ഈ ഐ കൂടിയാൽ എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കൂടൂലേ? കാരണം ഐ എല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ആണ്. അപ്പോൾ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ കൂടും, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കൂടും, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് കൂടും, ഓസ്മോട്ടിക് പ്രഷർ എന്ത് ചെയ്യും? കൂടും. ഇനി പഠിക്കണമെന്ന് ചോദിക്കും, വേപ്പർ പ്രഷർ എന്താ മക്കളെ സംഭവിക്കുക? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറാണ് കൂടുന്നത്. വേപ്പർ പ്രഷർ കുറയുന്നതാ കൂടുന്നത്. അപ്പോൾ വേപ്പർ പ്രഷർ എന്താ ചെയ്യുക? കൂടുക ചെയ്യുക. ആര് കൂടുമ്പം? ഐ കൂടുമ്പോൾ. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് മീൻസ് എന്താ? ബോയിലിംഗ് പോയിന്റ് കൂടുന്നത് എത്രയാണ്? അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നത് ഐ കൂടുമ്പം കൂടും. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കൂടും. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റാണ് കൂടുന്നത്. അതായത് ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നതാ കൂടുന്നത്. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കുറയും. ഓസ്മോട്ടിക് പ്രഷർ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഇത് എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കൂടും ഐ കൂടിയ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കൂടും, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കൂടും, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് കൂടും, ഓസ്മോട്ടിക് പ്രഷർ കൂടും. ഫ്രീസിംഗ് പോയിന്റ് ചോദിക്കുകയാണെങ്കിൽ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് അല്ലേ കൂടുന്നത്? കുറയുന്നതല്ലേ കൂടുന്നത്? അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് എന്താ ചെയ്യുക? കുറയുക ചെയ്യുക. അപ്പോൾ കുറയുന്നൊക്കെ കുറയും, കൂടുന്നൊക്കെ കൂടുന്നു പഠിക്കുക. ബോയിലിംഗ് പോയിന്റ് അപ്പോൾ നോക്കുക, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റാണ്. ബോയിലിംഗ് പോയിന്റ് കൂടുക. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു പഠിക്കുക. ഇത് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റാണ്. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയുക. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയുമെന്ന് പഠിക്കുക ഈ കൂടുമ്പോൾ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കൂടും കേട്ടോ. ബോയിലിംഗ് പോയിന്റ് ചോദിക്കുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. അപ്പോൾ നിങ്ങൾ നോക്ക്, ബോയിലിംഗ് പോയിന്റിന് എന്താ സംഭവിക്കുന്നത്? എലവേഷനാണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു പഠിക്കുക. ഫ്രീസിംഗ് പോയിന്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് എന്തായാലും കൂടും. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നതാണ് കൂടുന്നത്. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് എന്താ ചെയ്യുക? ഐ കൂടിയാൽ കുറയുക ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. വേപ്പർ പ്രഷറും ഫ്രീസിംഗ് പോയിൻ്റൊക്കെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണെന്ന് പഠിക്കുക. ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണെന്ന് എന്ത് ചെയ്യുക? പഠിക്കുക. കാരണം എന്താ? ബോയിലിംഗ് പോയിന്റ് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റാണ്. ബോയിലിംഗ് പോയിന്റ് കൂടുന്നതാണ്. കൂടുന്നൊക്കെ കൂടുന്നു, കുറയുന്നൊക്കെ കുറയുന്നു പഠിച്ചു വെക്കുക. ഓക്കെ, കുറയുന്ന കോളിഗേറ്റീവ്, അതായത് എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കൂടും ഐ കൂടുമ്പം. ആൾറെഡി നമ്മൾ ഇക്വേഷൻ മനസ്സിലായിട്ടുണ്ട്. ഫ്രീസിംഗ് പോയിന്റ് ചോദിക്കുകയാണെങ്കിൽ എടാ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് അല്ലേ? ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നല്ലേ? അപ്പോൾ ഐ കൂടുമ്പം ഫ്രീസിംഗ് പോയിന്റ് കുറയുമെന്ന് പഠിക്കുക. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ലേ? വേപ്പർ പ്രഷർ കുറയുന്നല്ലേ? അപ്പോൾ വേപ്പർ പ്രഷർ ഐ കൂടുമ്പം കുറയുമെന്ന് പഠിക്കുക. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് അല്ലേ? ബോയിലിംഗ് പോയിന്റ് കൂടുന്നല്ലേ? അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നത് ഐ കൂടുമ്പോൾ കൂടുന്നു പഠിക്കുക. ആ കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി പഠിക്കുക മക്കളെ. അപ്പോൾ നമുക്ക് ഇത്രയും ഇന്ന് പഠിക്കാനുള്ളൂ.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് ഈ ഇത്രയും പറഞ്ഞ കാര്യം റിവിഷൻ മാക്സിമം ചെയ്യുക. അപ്പോൾ ഈ തിയറിയും പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങളെ ബോർഡ് എക്സാം ഏത് ലെവലിൽ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് റിവിഷൻ ആയതുകൊണ്ട് തന്നെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര കുറച്ചൊക്കെ നമ്മൾ ഫാസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ പോലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം എന്ത് ചെയ്യുക, എഫേർട്ട് കൊടുക്കുക, മാക്സിമം എന്ത് ചെയ്യുക, നല്ലപോലെ പഠിച്ചിട്ട് നല്ല സ്കോർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക്